നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഞങ്ങൾ നടത്തിയിട്ടുള്ള അഖണ്ഡ ജപമാലയുടെ യോഗ്യതയാൽ ലക്ഷക്കണക്കിന് ജപമാലകളുടെ ശക്തിയാൽ കർത്താവെ അങ്ങ് മരിച്ചവരെ പോയി ഉയർപ്പിച്ചുകൊണ്ട് വരുന്ന രീതിയിൽ കോമാ സ്റ്റേജിൽ പോയിരുന്നവരെ കർത്താവ് ഉടമ്പടിയോടെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ഈശോയെ. ആശുപത്രിയിലുള്ള രോഗികളെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കുടുംബങ്ങളിൽ കിടപ്പായിപ്പോയി രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചാൽ രോഗി കിടന്നു പോയതിൻ്റെ പേരിൽ ഇപ്പോൾ ജോലിക്ക് അവിടെ ബൈസ്റ്റാൻഡറായിട്ടുള്ളവർക്ക് ആ രോഗിയെ നോക്കുന്നവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തികമായ
തകർച്ചയും കടങ്ങളും വന്നിട്ടുള്ളവർ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കുമെന്ന് ഒരു എത്തും വരില്ല, വിഷമിക്കുന്നുണ്ട് ഈശോയെ. മക്കളില്ലാത്തതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഇന്ന് 28 കൊല്ലമായിട്ട് മക്കളില്ലാത്ത ഒരാൾക്ക് ഞാൻ പ്രാർത്ഥിച്ചു കർത്താവ്. എന്നിട്ട് 28ാമത്തെ കൊല്ലവും പോലും കർത്താവെ അവരുടെ കണ്ണുനീര് കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാര്യം അങ്ങനെയുള്ളവർ 28ാമത്തെ കൊല്ലവും അവർക്ക് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞിന് വേണ്ടി എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ദൈവമേ. കർത്താവ് അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങക്ക് അസാധ്യമായാലും ഒന്നുമില്ല. ഈ കല്ല് നെബ്രാസാദിൽ ജനിപ്പിക്കുവാൻ ദൈവത്തെ കഴിയുന്നവരുടെ ദൈവത്തിൻ്റെ വാക്കിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ ആശീർവാദത്തെ കർത്താവ് മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം അവരുടെ കുഞ്ഞുങ്ങളുണ്ടാവുകയും അവർ നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായി നീക്കുവാമീൻ. ക്രിസ്തുവിൽ വളരാൻ വേണ്ടി അതെങ്ങനെ പ്രയോജനപ്പെടുന്നു? ഫിലിപ്പിയർ 4:11 എടുത്തേ. എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. എനിക്കധികം കുറവുള്ളതുകൊണ്ടല്ല ഞാനിത് പറയണത്. കാരണം ഏത് സാഹചര്യത്തിലും അപ്പൊ പരാജയം വന്നാലും വിജയം വന്നാലും സംതൃപ്തിയോടെ കഴിയാൻ. പരാജയം വന്നാലും ഇപ്പൊ പൊതുജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടാം, കുടുംബത്തിൽ വിജയിക്കാം. ചിലപ്പോൾ കുടുംബത്തിൽ പരാജയപ്പെടാം, പൊതുജീവിതത്തിൽ വിജയിക്കാം. അപ്പൊ ഏത് സാഹചര്യത്തിലും പിന്നെ നമുക്ക് എന്താ വേണ്ടത്? സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അഥവാ ദൈവം എന്നെ പഠിപ്പിച്ചിരുന്നേ പറയണതേ. ദൈവം എന്നെ അപ്പം നമ്മുടെ അതായത് ഒരു സമീപനമാണ് ലൈഫിൽ വരുമ്പോൾ. ഇപ്പം ചില ആൾക്കാർ അവരുടെ മനസ്സിരിപ്പ് പോലെ നടക്കണില്ല എന്നുണ്ടെങ്കിൽ ഉടനെ പ്രാർത്ഥന കുറഞ്ഞ്, ഉടനെ ദൈവത്തിൽ നകന്ന്, പള്ളിയിൽ നകന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പൗലോസ് പറഞ്ഞ അങ്ങനെയല്ല, ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ. അതാണ് സുവിശേഷവിഹിതമായ ഒരു നിലപാടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. സാഹചര്യം ചിലപ്പോൾ മാറിയും പറഞ്ഞൊക്കെ വരും. പക്ഷെ നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കണം. പൗലോസ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ജീവിക്കാൻ, താഴ്ന്നതിലും ജീവിക്കാൻ എനിക്കറിയാം. അതുപോലെ ഇതിനാൽ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അപ്പം ദൈവാനുഭവങ്ങളെല്ലാം അദ്ദേഹം പരിശീലനമായിട്ടാണ് കാണുന്നത്. വിജയപരാജയങ്ങളെയെല്ലാം സുവിശേഷം പരിശീലനമായിട്ടാണ് കാണുന്നത്. എന്തിനു വേണ്ടിയാണ്? ഏത് സാഹചര്യത്തിലും ആ പരിശീലനം ലഭിച്ചതിന് മാത്രമേ അവൻ കമാൻഡറായിരിക്കും, അവൻ സംതൃപ്തനായിരിക്കും. ഇപ്പം ചൈനക്കാർ പറയവേ ഒരു പഴമൊഴി, ഈ ഒരു പന്നിക്കുഞ്ഞിനും ആവശ്യത്തിലേറെ ഭക്ഷണം കൊടുക്കുക, ഒരു മനുഷ്യക്കുഞ്ഞിനും ആവശ്യത്തിലേറെ ഭക്ഷണം കൊടുക്കുക. അവസാനം സംഭവിക്കും? അവസാനം നിനക്ക് വെട്ടാൻ പറ്റിയ ഒരു നല്ല പന്നിയെ കിട്ടും. അതുപോലെ തന്നെ നശിപ്പിൻ്റെ സന്ധതയായിട്ടുള്ള ഒരു മനുഷ്യനെയും കിട്ടും. അപ്പം അതായത് ഓരോ രീതികളിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടി അതനുസരിച്ച് നമ്മൾ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതം നമ്മളെ കീഴടക്കി കളയും. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും പൊരുത്തപ്പെടാൻ പറ്റണില്ല, സാഹചര്യങ്ങളൊക്കെ പൊരുത്തപ്പെടാൻ പറ്റണില്ലല്ലോ. എനിക്ക് ചില സമയത്ത് തോന്നിയിട്ട്, ഇൻക്ലൂഡിങ് മൈസെൽഫ്, എല്ലാവർക്കും ഒരു പട്ടാളത്തിൻ്റെ ട്രെയിനിങ് കിട്ടുന്നുണ്ട് ഇന്ത്യയിൽ മൊത്തം ആൾക്കാർക്ക്. ഇപ്പം അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണതലത്തിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരു പട്ടാളത്തിൻ്റെ ട്രെയിനിങ് കിട്ടണമെന്ന്. നമ്മുടെ വീട്ടിലൊക്കെ ഈ ബിസ്ക്കറ്റ് പിള്ളേരുടെ അമൂൽ ട്രെയിനിങ് അല്ലേ കിട്ടണത് നമുക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ അവരൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവർക്ക് എല്ലായിടത്തും അവർ ഡർബാറായിരിക്കണം, എല്ലാവർക്കും കിട്ടണം. ഈ വാങ്ങിക്കുന്നവൻ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴും അവർക്കൊരിക്കലും പൊരുത്തപ്പെടാൻ പറ്റത്തില്ല സാഹചര്യത്തോട്. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഏത് സാഹചര്യത്തിലും സാഹചര്യം മാറിയാലും ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഒരു മാനദണ്ഡം അതാണ്. ഒരാൾ ആധ്യാത്മികനാണോ അല്ലയോ എന്നറിയണത് എങ്ങനെയാണ്? സാഹചര്യം മാറിയാലും അയാൾക്ക് സംതൃപ്തി മാറുന്നില്ലേടാ. ഫിലിപ്പിയർ 4:11-12 താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. എനിക്ക് ദൈവം തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഈ പരിശീലനം. അതെ, സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും എല്ലാം 4:11 വായിച്ചേ.
എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ വിഷയം. അപ്പം ആധ്യാത്മികത ഒരു വ്യക്തി ദൈവമായിട്ട് അടുപ്പമുള്ളവനാണോ അല്ലയോ, ആധ്യാത്മിക ഇരുത്തം വന്നവനാണോ അല്ലയോ എന്നുള്ളത് എങ്ങനെയാണ്? ഏത് സാഹചര്യത്തിൽ, അനുകൂലമായ സാഹചര്യങ്ങളിൽ ഇവൻ കൈവരിക്കുന്ന മനസ്സിൻ്റെ സമാനതയാണ്. സമാനതയെന്ന് പറയാൻ പറ്റത്തില്ല. ആ മനസ്സിൻ്റെ സമാനതയൊക്കെ ധ്യാനത്തിൽ നിന്ന് വരുത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ യോഗാധ്യാനം അതുപോലെയുള്ള ധ്യാനങ്ങളിൽ നിന്നൊക്കെ ഈ മനസ്സിൻ്റെ ക്രിസ്ത്യൻ മെഡിറ്റേഷൻ അതിൽ നിന്നൊക്കെ എല്ലാം സാഹചര്യങ്ങൾ നിമ്നോന്നത ആണെങ്കിലും നമുക്ക് മനസ്സിൻ്റെ ഒരു സമനില കൈവരിക്കാൻ പറ്റും. പക്ഷെ അതല്ല സുവിശേഷത്തിൻ്റെ സമനില എന്ന് പറയുന്നത്. സുവിശേഷത്തെ സംതൃപ്തിയാണ്. അത് പരിശുദ്ധാത്മാവായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താ കാര്യം? അത് പരിശുദ്ധാത്മാവ് നൽകുന്ന, മറ്റെല്ലാം ഇങ്ങനെ എക്സസൈസ് കൊണ്ട് കിട്ടണമല്ലേ. ഇപ്പോൾ യോഗ അതുപോലെയുള്ള എല്ലാം എക്സസൈസാണെന്നാണ് ബൈബിൾ പറയണത്. 1 തിമോത്തി 4:8 ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. ശാരീരികമായ പരിശീലനം കൊണ്ട് ഇപ്പോൾ ബ്രീത്തിങ് എക്സർസൈസ് ഇല്ലേ, അതുപോലെയൊക്കെ എക്സർസൈസ് കൊണ്ട്, യോഗ കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. പിന്നെ എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. അതായത് ഈ ശരീര പരിശീലനം ഉണ്ടെന്ന് പറഞ്ഞാൽ ആത്മീയത എന്ന് പറയാൻ പറ്റത്തില്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ് ആത്മീയത. റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇത് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ, നമ്മൾ സുവിശേഷവിധ ആത്മീയത എന്ന് പറയുന്നത് ഈ നമ്മൾ കൈവരിക്കുന്ന സമനില, ഏത് സാഹചര്യത്തിലും വരുന്ന മനസ്സിൻ്റെ സമനിലയല്ല ശരിക്കും. അതല്ല ആധ്യാത്മികത. ആത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ് ആത്മീയത. അത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാണ്. എന്താണ്? ഏത് സാഹചര്യത്തിലും 4:11 പറഞ്ഞില്ലേ, ഫിലിപ്പിയർ 4:11, ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഈ പരിശീലനം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ലഭിച്ചിരിക്കുന്നത്? അതായത് ഈശോ പറഞ്ഞില്ലേ, ഈ വെള്ളം കുടിക്കണവന് ഇനി അതൃപ്തി ഉണ്ടാകും. സംതൃപ്തിയാണല്ല വിഷയം. ഈ വെള്ളം കുടിക്കുന്നവന് ഇനി അതൃപ്തി ഉണ്ടാകും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് അതൃപ്തി ഉണ്ടാകത്തില്ല, എന്നുവെച്ചാൽ സംതൃപ്തി ഉണ്ടാകുമെന്നാണ്. യോഹന്നാൻ 4:13 എടുത്തേ. യേശു പറഞ്ഞു യോഹന്നാൻ 4:13 യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. അസംതൃപ്തി ഉണ്ടാകുമെന്നാണ്, തൃപ്തി ഉണ്ടാകത്തില്ലെന്നാണ്, വീണ്ടും ദാഹിക്കുമെന്നാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഫിലിപ്പിയർ 4:11 എന്താണ്? ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ സംതൃപ്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ക്രിസ്തീയ സംതൃപ്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. പേര് സെറിൻ ഷാജി. ഞാൻ വരുന്നത് അങ്കമാലി തുറവൂർ സെൻറ്റ് അഗസ്റ്റിൻസ് ചർച്ചിൽ നിന്നാണ്. ഞാൻ 2022 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാനിപ്പോൾ 5 പുതുക്കി. എൻ്റെ അൽത്താരയിൽ നിന്നിട്ടുള്ള 2ാമത്തെ സാക്ഷിയാണ്. ആദ്യമായി തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ എനിക്ക് ചെയ്തു തന്നത്. എൻ്റെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഞാൻ ചെയ്തത് ഫിഷറി സയൻസിലാണ്. അത് 2016 ഞാൻ പാസ് ഔട്ട് ആയത്. അത് കഴിഞ്ഞപ്പോൾ ഏകദേശം 10 വർഷമായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ നോക്കുന്നതാണ് പുറത്ത് പോയി ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷറിൽ എൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യണമെന്ന്. പക്ഷേ എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS എക്സാം ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കും. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് അതെല്ലാം ദൈവം കറക്റ്റ് സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് അതെല്ലാം എനിക്ക് ചെയ്തു തന്നു. പക്ഷേ എന്തുകൊണ്ടോ പല പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് പുറത്ത് പോയി അത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഇവിടെ എൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്തു. നല്ല മാർക്കിൽ തന്നെ ഞാൻ പാസ്സായി, എനിക്ക് ജോലിയൊക്കെ ആയി.
പക്ഷെ അപ്പോഴും എനിക്ക് പിന്നെ ഇനിയിപ്പോൾ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യമില്ലല്ലോ പുറത്ത് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു PhDക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ PhDക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ എനിക്ക് റിജക്ഷനാണ് എപ്പോഴും വരാം. ഞാൻ ലാസ്റ്റ് റൗണ്ട് വരെ എത്തും ഇൻ്റർനാഷണൽ ഇതിൽ, പക്ഷേ എന്നെ അവർ തള്ളിക്കളയും. അവർ പറയുന്ന ഒരു മെയിൻ കാര്യം, എനിക്ക് അവിടുത്തെ ഫിഷിനെ കുറിച്ചൊരു നോളജ് ഇല്ല, നിങ്ങൾക്കൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ നോളജോ ഇല്ല. തിയററ്റിക്കൽ നോളജ് ചിലപ്പോൾ നിങ്ങളുടെ നല്ല സൗണ്ടായിരിക്കും, പക്ഷേ ഇതില്ല. അതുകൊണ്ട് നിങ്ങൾ ബെറ്റർ ഒരു കോഴ്സ് ഇവിടെ ചെയ്യൂ എന്നാണ് അവർ എന്നോട് എപ്പോഴും പറയുന്നത്. അപ്പോൾ അതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി ഒരു 2 years എൻ്റെ ലൈഫിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു മാർക്കിൽ ഞാൻ പാസ്സായി. പക്ഷേ അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ PhD ഇത് ഡ്രോപ്പ് ചെയ്യാം, ആ ഒരു മോഹമൊക്കെ ഡ്രോപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ പിന്നെ എൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ മെറ്റേണിറ്റി ലീവ്, അങ്ങനെ ഒരു 3 വർഷത്തെ ഗ്യാപ്പ് എനിക്ക് വന്നു ജോലി ചെയ്യുന്നതും എൻ്റെ ഒരു അക്കാഡമിക് ലെവലിൽ നിന്ന്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇനിയൊരു PhDക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് അതിനുള്ളൊരു ശക്തിയില്ല അത് ചെയ്യാനായിട്ട്. കാരണം ഇത്രയും ഗ്യാപ്പ് വന്നു, നോളജ് വൈസ് ഗ്യാപ്പ് വന്നു, ഒരു ആൾക്കാരോട് സംസാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫിഷിനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ ഒരു ചെറിയൊരു കോഴ്സ് ചെയ്യാം, അവർ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു കോഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എൻ്റെ പുതുക്കി. അപ്പോൾ മാതാവ് എനിക്ക് ഒരു കോഴ്സ് കാണിച്ചു തന്നു. UK സ്കോട്ട്ലൻഡിലെ യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റിർലിങ്ങിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്വാകൾച്ചർ, അവിടെ ഒരു 1 year കോഴ്സ് കാണിച്ചു തന്നു. ഞാൻ എൻ്റെ PG സ്പെഷ്യലൈസേഷൻ ചെയ്തേക്കുന്നത് ഫിഷിൻ്റെ ഡിസീസസിലാണ്, അക്വാട്ടിക് ആനിമൽ ഹെൽത്ത് മാനേജ്മെൻറ്റ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു കോഴ്സ് ഈ ലോകത്തിലാകെ 2 സ്ഥലത്തേ ഉള്ളൂ. ഒന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞ UK-ലും, പിന്നെ സ്കാൻഡിനേവിയൻ കൺട്രീസ് ആയിട്ടുള്ള ഡെൻമാർക്കിലും നോർവേയിലും. അതെന്ന് പറഞ്ഞാൽ 2 വർഷത്തെ കോഴ്സാണ്. ഇത് 1 വർഷത്തെ കോഴ്സുള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിച്ചു 2 വർഷത്തെ ഒരു PG എനിക്ക് ഓൾറെഡി ഉണ്ട്, അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കോഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ ഞാനൊരു ഏജൻസീനെ സമീപിച്ചു. അപ്പോൾ ഏജൻസി എന്നോട് പറഞ്ഞു ഒരു 3 year ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ മിക്കവാറും കിട്ടില്ല, 50-50 ചാൻസേ ഉള്ളൂ, ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് കാണിച്ചു തന്നൊരു കോഴ്സാണല്ലോ, അപ്പോൾ എനിക്ക് മാതാവ് അത് തരുമെന്ന് തന്നെ ഉറച്ച് വിശ്വസിച്ച് ഞാൻ അവർക്ക് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നേക്കാളും മുന്നേ എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഞാൻ ഇന്ന് അവർക്ക് എല്ലാം കൊടുത്തു. പിറ്റേ ദിവസം അവരത് യൂണിവേഴ്സിറ്റിക്ക് ഫോർവേഡ് ചെയ്തു. അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ മാതാവ് എനിക്ക് തന്നു. അപ്പോൾ ഞാനിത് അവരോട് ഏജൻസിക്കാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും അൺകണ്ടീഷണൽ ആയിരിക്കില്ല, കണ്ടീഷണൽ ആയിരിക്കും, കാരണം ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അവർ തരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് അൺകണ്ടീഷണൽ തന്നെയാണ് വന്നേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു വലിയ മിറാക്കിളാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. അത് കഴിഞ്ഞ് UK-ലേക്ക് പോകുന്ന കുട്ടികൾക്ക് അറിയായിരിക്കും, UK-യിൽ നമുക്കവിടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു CAS ലെറ്റർ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കിട്ടണം. അതിന് ഒരു ഇൻ്റർവ്യൂ പാസ്സാവണം, പ്രീ CAS ഇൻ്റർവ്യൂ. അപ്പോൾ ഒരു 3 വർഷമായിട്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, ഒരു ഇംഗ്ലീഷിൽ സംസാരിക്കുന്നില്ല, ഒരു അക്കാഡമിക് ലെവലിൽ നിന്നെല്ലാം പൂർണ്ണമായും വിട്ടു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇതൊരു AI ജനറേറ്റഡ് ഇൻ്റർവ്യൂ കൂടിയാണ്. അപ്പോൾ നമ്മുടെ കണ്ണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ക്യാമറയിൽ നിന്നൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിയാൽ പോലും അവർ ചിലപ്പോൾ റിജക്ഷൻ നമുക്ക് തരും. അങ്ങനെ ഞാൻ വളരെ പേടിച്ചൊക്കെയാണ് ആ ഇൻ്റർവ്യൂ ചെയ്തത്. ഞാനപ്പോൾ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ എനിക്ക് എൻ്റെ കുറവുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, അപ്പോൾ എൻ്റെ കൂടെ നിൽക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ മോശ ഒരു വിക്കനായിരുന്നിട്ട് കൂടി മോശേനെയാണ് ദൈവം തിരഞ്ഞെടുത്തത് ഇസ്രായേൽ ജനത്തെ തിരികെ കൊണ്ടുവരാൻ. അതുപോലെ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കുമെന്ന വചനം ഏറ്റു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂ ചെയ്തത്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടില്ലായിരുന്നു. ഞാൻ ജൂലൈ 11-നാണ് പിന്നീട് ഉടമ്പടി 5ാമത് പുതുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഉടമ്പടിയിൽ ജീവിക്കുന്ന ആളാണ്, പക്ഷേ പുതുക്കിയിട്ടില്ല ഇവിടെ വന്നിട്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എങ്ങാനും ഈ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കില്ലേ, ഞാൻ ഒരു മനുഷ്യനാണല്ലോ, എനിക്കും ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കാമല്ലോ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അല്ല, ഇത് എൻ്റെ മെറിറ്റ് കൊണ്ട് കിട്ടിയതാണ് എന്ന് ഞാൻ എങ്ങാനും വിചാരിച്ചോളൂ, അപ്പോൾ ബെറ്റർ നീ വേണമെങ്കിൽ എന്നെ ഒന്ന് തോൽപ്പിച്ചോ. അങ്ങനെ വരെ ഞാൻ മാതാവിനോട് പറഞ്ഞാണ് പ്രാർത്ഥിച്ചത്. ഈവൻ ഈ വചനമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് ഭയങ്കര വെപ്രാളമായിരുന്നു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ.
അവർ പറഞ്ഞു അൺസാറ്റിസ്ഫാക്ടറി ആണ്, അവർക്ക് ഒന്നും കൂടി ഇൻ്റർവ്യൂ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അവർക്ക് നിരാശയാണ് വരേണ്ടത്, പക്ഷേ എനിക്ക് നല്ല സന്തോഷമായി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്തായാലും ഞാൻ ഇനി ഉടമ്പടി പുതുക്കിയിട്ടേ ഇനി ഞാൻ അടുത്ത ഇൻ്റർവ്യൂ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അപ്പോൾ എന്നിട്ട് ഞാൻ രണ്ടാമത് ഇൻ്റർവ്യൂ എടുക്കുകയാണ്. അപ്പോൾ അതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്. ആ ഇൻ്റർവ്യൂവിലും കൂടി ഞാൻ പാസ്സായിട്ടില്ലെങ്കിൽ ഈ വർഷം എനിക്ക് പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ഇൻടേക്കിൽ ഞാൻ പിന്നെയും ഈ പ്രോസസ്സെല്ലാം റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ സമയ ചുരുക്കത്തിൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തു, ഉടമ്പടിയിൽ ഇപ്പോൾ ഒന്നും കൂടി തീവ്രമായി ഞാൻ ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ എൻ്റെ കൂടെ നിൽക്കണേ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ മുന്നേ ചൊല്ലിയ വചനം എല്ലാം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ഇൻ്റർവ്യൂവിനെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഇൻ്റർവ്യൂ ഭയങ്കര ടഫായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതും പോയോ എന്നൊരു ചെറിയൊരു സംശയം വന്നു. എന്നാലും മാതാവിലുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥന തുടർന്നു, എല്ലാ കാര്യങ്ങളും തുടർന്നു. ജൂലൈ 15-ാം തീയതി ഞാൻ ഇൻ്റർവ്യൂ എടുത്തു രണ്ടാമത്തെ. ജൂലൈ 16-ാം തീയതി എനിക്ക് കാസ് ലെറ്റർ അവർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നു. അങ്ങനെ എനിക്കിനി എൻ്റെ ഫർദർ വിസയായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കാസ് ലെറ്റർ വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. അതെങ്കിൽ വിസയ്ക്ക് വെക്കാൻ വേണ്ടി പോയപ്പോൾ പിന്നെയും ഏജൻസി പറഞ്ഞു, ഈ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് പ്രശ്നമില്ലായിരിക്കും ഗ്യാപ്പ്, പക്ഷേ UK വിസ ഇമിഗ്രേഷൻ അവിടുത്തെ ഓഫീസ് ചിലപ്പോൾ തരില്ല, അതുകൊണ്ടൊരു മെറ്റേണിറ്റിയുടെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാൻ അതൊക്കെ കൊടുത്തു. അങ്ങനെ ഞാൻ വിസയുടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോയി. എറണാകുളത്തായിരുന്നു എനിക്ക്. അവിടെ ഞാൻ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 4-ാം തീയതി വിസയ്ക്ക് വെച്ചു. 9-ാം തീയതി എനിക്ക് വിസ അടിച്ചു വന്നു, UK സ്റ്റുഡൻറ്റ് വിസ അടിച്ചു വന്നു എനിക്ക്. അതിന് ഒരുപാട് നന്ദി അമ്മയ്ക്കും തിരുക്കുമാരനും. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മോഹങ്ങളെ ഉപേക്ഷിച്ചതായിരുന്നു. പക്ഷേ അമ്മ ഉടമ്പടിയിലൂടെ എനിക്കതെല്ലാം ചെയ്തു തന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യപ്രവർത്തികളും ചെയ്യുമ്പോൾ ഞാൻ മാതാവിനോട് പറയുന്ന, ഈശോയോടും മാതാവിനോടും പറയുന്ന ഒരു കാര്യം, ഇതെൻ്റെ ഈ ലോക ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടത്തി തരാൻ വേണ്ടി ചെയ്യുന്നതല്ല. നമുക്ക് എല്ലാവർക്കും നിത്യജീവനുണ്ട്. ഉടമ്പടി അർത്ഥമാക്കുന്നതും നിത്യജീവനാണ്. ഈ നിത്യജീവനിലോട്ടുള്ള എൻ്റെ അക്കൗണ്ടിലെ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ദൈവമേ നീ ഇത് കാണണേന്ന് പറഞ്ഞാണ് ഞാൻ ഓരോ കാരുണ്യ പ്രവൃത്തികളും ചെയ്യാറുള്ളത്. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ അമ്മമാരെ ഞാൻ കുളിപ്പിക്കാൻ പോവായിരുന്നു. അപ്പോൾ ഓരോ അമ്മയെ കുളിപ്പിക്കുമ്പോഴും ഞാൻ ഈശോയെ കുളിപ്പിക്കുന്ന പോലെയാണ് ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ അമ്മമാരിങ്ങനെ പറയുമായിരുന്നു, ഞങ്ങൾ എത്ര പേരുടെ മുന്നിലാണ് ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്, ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ നോക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. അപ്പോൾ ഞാൻ അമ്മമാരോട് പറയായിരുന്നു, പേടിക്കേണ്ട, ഞാൻ ഈശോയെ കുളിപ്പിക്കുന്ന പോലെ നിങ്ങളെ കുളിപ്പിക്കുന്നത് ഞാൻ കാണുന്നുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ വേറൊരു വിഷമം വിചാരിക്കേണ്ട എന്ന് പറഞ്ഞാണ് ഞാൻ അവരെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഓർഫനേജുകളിലും ജനറൽ ഹോസ്പിറ്റലുകളിലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ രോഗികളെ പോയി കാണുമായിരുന്നു. രോഗികളെ കാണുമ്പോഴൊക്കെ ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നത്, ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു, ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ആ ഒരു വചനവും ആ ഒരു കാര്യമായിരുന്നു എൻ്റെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഭക്ഷണം കൊടുക്കുമായിരുന്നു അവർക്ക്. അപ്പോഴൊക്കെ ഈശോ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായാണ് ഞാനത് ചെയ്തിരുന്നത്, അല്ലാണ്ട് ഈ ജീവിതത്തിൽ എൻ്റെ കാര്യങ്ങളെല്ലാം നടന്ന് കിട്ടണം എന്നല്ല. പിന്നെ ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നിയോഗങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ മറന്നു പോകും. ഇങ്ങനെ ഓർത്തെടുക്കും ഇതെന്തായിരുന്നു ഞാൻ എഴുതിയതെന്ന്. കാരണം ഞാൻ അപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്നെ നിത്യജീവനിലോട്ട് കൂട്ടിക്കൊണ്ട് പോകണം, ഉടമ്പടിയിൽ എന്നെ ഉറപ്പിച്ച് നിർത്തണം എന്നൊക്കെയാണ്. കാരണം എനിക്ക് ചിലപ്പോഴെങ്കിലും ഒരു ഇനേർഷ്യ വരാറുണ്ട്. അത് എനിക്കൊരു ചെറിയ മോനുണ്ട്, അപ്പോൾ എല്ലാം കൊണ്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ മാതാവ് എൻ്റെ കൂടെ നിൽക്കണം, എന്നെ ഉടമ്പടിയിൽ ഉറപ്പിച്ച് നിർത്തണേ, നിത്യജീവനിലോട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോകണേ എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്, പത്രം വാങ്ങിച്ച് ഞാൻ ബസ് സ്റ്റാൻഡിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, പിന്നെ പള്ളിയിൽ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുമായിരുന്നു. അത് ഞാൻ ചുമ്മാ കൊടുക്കില്ല, ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി പ്രാർത്ഥിച്ചാണ് ഞാൻ ഓരോ പത്രവും കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈശോയോട് പറയും, ഈശോയെ നമ്മളെല്ലാവരും ഒരു ദിവസം മരിച്ച് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് നിന്നെ അറിയില്ല എന്ന് ഈശോ എന്നോട് പറയരുത്. എനിക്കറിയില്ലാത്ത ആൾക്കാർക്കാണ് ഈശോയെ ഞാൻ നിന്നെക്കുറിച്ച് സംസാരിക്കുകയും നിൻ്റെ കാര്യങ്ങൾ നിന്നെ സ്നേഹിക്കാനായിട്ട് അവരോട് പറയുകയും ചെയ്യുന്നത് ഈ പത്രം വിതരണം ചെയ്യുന്നതിലൂടെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്നെയും അറിയും എന്ന് പറയണമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ പത്രവും കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിലൂടെ എൻ്റെ ജീവിതത്തിൽ ഒരു മറ്റുള്ളവരോടൊരു സഹാനുഭൂതിയും, എന്ത് പ്രശ്നം വന്നാലും ദൈവത്തിൽ ഉറച്ച ആശ്രയമാണ് എനിക്ക് ഉടമ്പടി
തന്നത്. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഭൗതിക അനുഗ്രഹങ്ങളെക്കാൾ കൂടുതൽ ആത്മീയ അനുഗ്രഹങ്ങൾക്കാണ് ഞാൻ ഈശോയോട് നന്ദി പറയുന്നത്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പുറപ്പാട് 23:20. ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു, അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന പേര് പ്രജാത. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്ടിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2023 ഒക്ടോബർ 23-ാം തീയതിയാണ്. എൻ്റെ മോൾക്ക് ഒരു അസുഖം കാരണമാണ് ഞാൻ ഇവിടെ വന്നത്. അവൾക്ക് പീരിയഡ്സ് സമയത്ത് 7 ദിവസം തലചുറ്റലും വയറുവേദന, കാലിന് വേദന, ഛർദിൽ, അവൾ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റത്തില്ല. ഞാനാണ് അവളെ കുളിപ്പിക്കുന്നത്. പല ഡോക്ടർമാരുടെ അടുത്തും പോയി ഗൈനക്കോളജിസ്റ്റിനെയും കാണിച്ചു. എന്നിട്ട് ഒരു കുഴപ്പവും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം എടത്തുവ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന് മോൾക്ക് വയറുവേദനയാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ വേറൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂറിൻ ഇൻഫെക്ഷൻ ആണെന്ന്. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതൊന്നുമല്ല, നല്ലൊരു സർജനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ സർജനെ കാണിച്ചു. സ്കാൻ ചെയ്തപ്പോൾ അപ്പൻഡീസാണ് എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ അപ്പൻഡീസ് അല്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക, ഇവക്ക് ഓവറി സിസ്റ്റാണ്, കാരണം യൂട്രസിൽ നിന്ന് ബ്ലഡ് ഓവറിയിലേക്ക് ഒഴുകുന്നു, അതുകൊണ്ടുള്ളതാണെന്ന് പറഞ്ഞു. അത് അമ്മയുടെ ഉപ്പും തേനും കൊടുക്കുകയും 3 മാസം മരുന്ന് കഴിച്ച് അവൾക്ക് രോഗസൗഖ്യം കിട്ടുകയും ചെയ്തു. എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഈ കുഞ്ഞിന് വയ്യാത്ത സമയത്ത് ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ അതിനകത്ത് പറയുന്നായിരുന്നു ഒരു കുട്ടിയുടെ യൂട്രസ് ഓവറി സിസ്റ്റാണ്, ആ കുട്ടിയെ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ മോൾക്ക് രോഗസൗഖ്യം കിട്ടി. അങ്ങനെ ഇന്ന് ഒരു കുഴപ്പവുമില്ല. എല്ലാ മാസവും അവൾ തന്നെയാണ് അവളുടെ കാര്യം നോക്കുന്നത്. BSc നഴ്സിങ്ങിനാണ് പഠിക്കുന്നത്. അവൾ അവിടെ എല്ലാ കാര്യങ്ങളും അവൾ തന്നെ നോക്കുന്നുണ്ട്. ഒരു കുഴപ്പവുമില്ല. പിന്നെ എൻ്റെ കൈക്കൊരു വേദന വന്നു. തുണി പിഴിയാൻ പോലും പറ്റാത്ത രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഞാൻ അമ്മയുടെ ഉപ്പും തേനും കഴിക്കുകയും ഉടമ്പടി തൈലം പുരട്ടിയും എൻ്റെ അസുഖം മാറി. പിന്നെ എനിക്ക് മസിൽ പെയിൻ ഉണ്ടായിരുന്നു. അതും അമ്മയുടെ ഉപ്പും തേനും കഴിച്ചു ഉടമ്പടി തൈലവും പുരട്ടി 15 ദിവസം കൊണ്ട് മാറി. പിന്നെ എൻ്റെ മോൾക്ക് കിട്ടിയ കാര്യങ്ങളെല്ലാം എൻ്റെ മോള് പറയും. എൻ്റെ അമ്മയായിരുന്നു ആദ്യം ഉടമ്പടി എടുത്തത്. അമ്മ ഇതുപോലെ ഒക്ടോബർ 23-ാം തീയതി ഉടമ്പടി എടുത്ത് 2023-ാം തീയതി. അത് എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയായിരുന്നു. അത് ഓവറി സിസ്റ്റ് ആയിരുന്നു. ഓവറി സിസ്റ്റ് അന്ന് കണ്ടുപിടിക്കുന്നത് ഞങ്ങൾ ഇതുപോലെ ഒരു സ്കാൻ എടുത്തു. സർജനെ കാണിച്ചപ്പോൾ ഇങ്ങനെ സ്കാൻ എടുത്തപ്പോൾ പറഞ്ഞു അപ്പൻഡീസ് ആവാനാണ് സാധ്യതയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് അപ്പൻഡീസ് വേണ്ട, എന്നെക്കൊണ്ട് താങ്ങില്ല, എനിക്ക് ഓപ്പറേഷൻ പേടിയാ, അപ്പോൾ എനിക്ക് അപ്പൻഡീസ് വേണ്ടാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മ അന്നേരം പറഞ്ഞായിരുന്നു 3 മാസം കൊണ്ട് മരുന്ന് കഴിച്ച് മാറുന്ന രോഗമാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇതുപോലെ ഹോസ്പിറ്റലിൽ കാണിച്ച് സ്കാൻ എടുത്തപ്പോൾ ആദ്യം സ്കാൻ എടുത്തപ്പോൾ ഒന്നും തെളിയുന്നില്ല. അത് കഴിഞ്ഞ് 2ാമത് സ്കാൻ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ഇതുപോലെ ഓവറിയിൽ സിസ്റ്റാ, മരുന്ന് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് 3 മാസം കൃത്യമായിട്ട് മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ വന്നിട്ടില്ല. എനിക്കിതുവരെ പിന്നെ ഓവറി സിസ്റ്റ് അന്ന് മാറിയത് പിന്നെ ഇതുവരെ വന്നില്ല. ഇപ്പോഴും ഞാൻ സ്കാൻ എടുത്തു. വന്നപ്പോൾ 1 വർഷം കഴിഞ്ഞ് സ്കാൻ എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു. എടുത്തു. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. അമ്മ മാതാവ് അത് പൂർണ്ണമായിട്ടും മാറ്റി സൗഖ്യപ്പെടുത്തി. പിന്നെ എനിക്ക് ഞാൻ +2 പഠിച്ചപ്പം അമ്മ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാവണമെന്ന്. എൻ്റെ രോഗത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഞാൻ പകുതി ക്ലാസ്സും പോയിട്ടില്ല. അതുകൊണ്ട് എനിക്കൊന്നും നല്ലോണം പഠിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു മാത്തമാറ്റിക്സും ഫിസിക്സും പോവുമെന്ന്. ഞാൻ വിശ്വസിച്ചെങ്കിലും അമ്മ മാതാവ് തരുമെന്ന് വിചാരിച്ചെങ്കിലും എൻ്റെ മനസ്സിൽ എവിടെയോ ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു പോവുമെന്ന്. റിസൾട്ട് വന്ന് ഞാൻ ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നും കഴിക്കാതിരുന്ന ഞാനും എൻ്റെ അമ്മയും ചേച്ചിയുടെ റിസൾട്ട് നോക്കുന്നത്. റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് 2 വിഷയവും പോയി. 2 വിഷയവും പോയി. സേ എക്സാം എഴുതണം. +2 അത് എഴുതി കിട്ടിയാലേ നമുക്ക് സേ എഴുതി കിട്ടിയാലേ വീണ്ടും 2 വർഷം പോകും. അത് എഴുതി കിട്ടിയാലേ നമുക്ക് തുടർ പഠനത്തിന് പോകാൻ പറ്റത്തുള്ളൂ. കൂടുള്ള എല്ലാ പിള്ളേരും പഠിക്കാൻ പോകുമ്പം ഒന്നും പഠിക്കാൻ പോകാൻ പറ്റാതെ നോക്കിയിരിക്കേണ്ട വരുമല്ലോ എന്ന് ഓർത്ത് ഞാൻ വിഷമിച്ചു. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ സേ എക്സാം എഴുതി. ഞാൻ അന്ന് വിഷമിച്ച് അമ്മയുടെ ഈ ലോക്കറ്റൊക്കെ ഊരിക്കൊടുത്തു ഇവിടെ വെച്ച്. എനിക്കിനി വയ്യ അമ്മേ, എനിക്ക് മാതാവ് തന്നില്ലല്ലോ എന്നും പറഞ്ഞ് വിഷമിച്ചു. അന്നേരം അമ്മ എന്നോട് പറഞ്ഞു നിന്നെ ഈ ആൾക്കാരെ ഇരുത്തി തന്നെ അമ്മ മാതാവ് ലോക്കറ്റ് ഇടിയിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ
സേ എക്സാം എഴുതി. ഞാൻ വീണ്ടും അമ്മയിൽ അതുപോലെ വിശ്വസിച്ച് ഉപ്പൊക്കെ സ്കൂളിലുമൊക്കെ ഇട്ട് ഇനി ഇവിടെ വന്ന് ഞാൻ എക്സാം എഴുതേണ്ട ആവശ്യം വരല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഉപ്പും ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാം എഴുതിയത്. എക്സാമിൻ്റെ പകുതി സമയം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു. ഒന്നും എനിക്ക് എഴുതാനൊന്നുമില്ല. ഞാൻ മാതാവ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. മാതാവ് പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ തോന്നി അതെല്ലാം അറ്റൻഡ് ചെയ്തു. പിന്നെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പം ഒരു മാത്തമാറ്റിക്സിന് ഞാൻ 36 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഫിസിക്സിന് ഞാൻ 37 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ആകപ്പാടെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പം ഞാൻ എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ അകത്ത് ഒത്തിരിയും തെറ്റുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ മാതാവ് 36 മാർക്കും 37 മാർക്കും തന്നെ നൽകി എന്നെ അനുഗ്രഹിച്ചു. ഞാൻ നല്ല മാർക്കോടുകൂടി എനിക്ക് ഡബിൾ പാസ് തന്നെ നൽകി എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് എന്തിനു പോകണമെന്ന് അറിയത്തില്ലായിരുന്നു, എന്തെടുക്കണം. ഞാൻ നീറ്റിന് പോകാമെന്ന് കരുതി ഇരുന്നപ്പോൾ ഇങ്ങനെ ഒരു തോൽവി വരുന്നത്. പിന്നെ എനിക്ക് നീറ്റ് വേണ്ടാന്ന് ഞാൻ വെച്ചു. പിന്നെ എന്തിനു പോകണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ കാണുന്ന സാക്ഷ്യം ഫുള്ള് BSc നേഴ്സിങ്ങിൻ്റെ. അങ്ങനെ ഞാൻ BSc നേഴ്സിംഗ് എടുത്തു. അതും മാതാവ് കാണിച്ചു തന്ന കോളേജിൽ തന്നെ ഞാൻ BSc നേഴ്സിംഗ് എടുത്തു. ഇപ്പം ഞാൻ നല്ലോണം പഠിക്കുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന് മുമ്പേ വന്ന് ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എക്സാം എഴുതാൻ പോയത്. എക്സാം എഴുതുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരികളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്ന് മാതാവിൻ്റെ പ്രാർത്ഥന ഞാൻ അവിടെ ആദ്യമായിട്ട് ചൊല്ലുന്നത്. എൻ്റെ കൂട്ടുകാരെ എല്ലാം വിളിച്ചിരുത്ത് ഞാനാ ചൊല്ലുന്നത്. വേറെയും ചേച്ചിമാരൊക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും ഇത്രയും ആത്മീയമായിട്ട് ഇത്രയും വളർന്ന ഇത്രയും നല്ലോണം പ്രാർത്ഥന വേറെ ആരും അങ്ങനെ ചൊല്ലാറൊന്നുമില്ല. ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പം ഞങ്ങളുടെ സെമ്മിൽ 60 പിള്ളേരിൽ 41 പിള്ളേർ പാസ്സായി. അത്രയും പിള്ളേർ പാസ്സാവത്തില്ലെന്ന് ഞങ്ങളുടെ ടീച്ചർമാർ ഉറപ്പ് പറഞ്ഞു. അവരെല്ലാം ഷോക്കായി. ഞങ്ങൾ അത്രയും പിള്ളേർ പാസ്സായി. എന്നെ എല്ലാ വിഷയങ്ങളും പാസ്സാക്കി മാതാവ് അനുഗ്രഹിച്ചു. അതും ധ്യാനം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചൊവ്വാഴ്ച ദിവസം ധ്യാനം കാണാൻ പറ്റിയില്ലെങ്കിൽ കാരണം ക്ലാസ്സിന് പോകുന്നതുകൊണ്ട് പറ്റിയില്ല. പിന്നെ ഞാൻ കാണും. ആ സമയത്ത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു സന്ധ്യാസമയം 6:30 ആയപ്പോഴത്തേക്കാണ് റിസൾട്ട് വന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാ വിഷയം നൽകി മാതാവിനെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ +2ൻ്റെ സർട്ടിഫിക്കറ്റ് 2 വരത്തോളം എന്നാണെന്ന് പറഞ്ഞത്. കാരണം സേ എഴുതി പാസ്സായതുകൊണ്ട് 2 സർട്ടിഫിക്കറ്റായിട്ടേ വരത്തോളം എന്ന് പറഞ്ഞു. അതും ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയും പ്രാർത്ഥിച്ച് അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഈ വർഷം സർട്ടിഫിക്കറ്റ് 2 വന്നേക്കുന്നത്, 1 സർട്ടിഫിക്കറ്റ് വന്നേക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പുറകിന് നടക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ അതിന് സമയം കളഞ്ഞ് എനിക്ക് ഇപ്പോഴെങ്ങും അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല. ഞാനിത് പഠിക്കാൻ പോത്തുമില്ലായിരുന്നു. പക്ഷേ മാതാവ് സാമ്പത്തികമായിട്ടായാലും എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയുടെ കല്യാണ സമയം ആയതുകൊണ്ട് എന്നെ പഠിക്കാൻ വിടാനുള്ള സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നെ പഠിക്കാനും വിട്ടു. മാതാവ് എല്ലാം നടത്തി തന്നു. പിന്നെ എൻ്റെ അച്ഛൻ്റെ ജോലിയാണെങ്കിൽ അതും ജോലി നൽകി അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ ചേച്ചിയുടെ കല്യാണം നടന്നു നല്ല രീതിയിലെല്ലാം. അതും 2 പേരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളതിവിടെ സാക്ഷ്യം പറയുന്നില്ല. അതിനും തിരുകുമാരനും മാതാവിനും 1 കോടി നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനും എൻ്റെ അമ്മയും ചെയ്യുന്നത്, ഞങ്ങൾ സാമ്പത്തികമായിട്ട് എല്ലാവരെയും സഹായിക്കും. പറ്റുന്ന പോലെ ഞങ്ങൾക്ക് ഒക്കുന്നത് പോലെ ഞങ്ങൾ പൈസ സ്വരുക്കൂട്ടിച്ച് എല്ലാവരെയും സഹായിക്കും. പത്രം ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി എല്ലാവർക്കും കൊടുക്കും. ഹോസ്പിറ്റലുകളിലും വഴിയോരത്തും എല്ലാം പത്രം കൊടുക്കും. ഞങ്ങളതും പറഞ്ഞേ പത്രം കൊടുക്കത്തുള്ളൂ. വേണ്ടവർക്ക് മാത്രം, വായിക്കുമെങ്കിൽ മാത്രം പറഞ്ഞ് പത്രം കൊടുക്കും. ഞങ്ങൾ വഴിയായിട്ട് കുറേ പേർക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഉടമ്പടി എടുത്തവരും ഉണ്ട്. പിന്നെ ഞങ്ങൾ അമ്മയാണെങ്കിൽ പുതിയ തുണിയൊക്കെ മേടിക്കുമ്പം ഒരു തുണിയുടെ എക്സ്ട്രാ മേടിച്ച് ആർക്കെങ്കിലും ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കും. സാധനങ്ങൾ മേടിച്ച് കൊടുക്കും. പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കും. അമ്മ 18 പൊതിച്ചോറൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഞങ്ങൾ ഡെയിലി ബ്രെഡ് ഇന്ന് രാവിലെ 5:30 ഞങ്ങൾ കേൾക്കും. പിന്നെ സന്ധ്യാപ്രാർത്ഥനയും ഞങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ ധ്യാനം, ചൊവ്വാഴ്ച ധ്യാനം മുടങ്ങാതെ കേൾക്കും. അമ്മ 4.5 മണിക്കൂറോളം ദിവസവും സാക്ഷ്യം കേൾക്കും. ജോലി ചെയ്യുമ്പോഴാണെങ്കിലും സാക്ഷ്യം വെച്ചുകൊണ്ടേ ചെയ്യത്തുള്ളൂ. ഞങ്ങളും വീട്ടിൽ ആരൊക്കെ ഉണ്ട് അത്രയും സൗണ്ടിലാണ് വെക്കുന്നത്. അതുകൊണ്ട് എവിടെ ഇരുന്നാലും നമുക്ക് കേൾക്കാം. അത്രയും ടൈം ഞങ്ങൾ സാക്ഷ്യം കേട്ട് ഞങ്ങൾ ആ ഒരു വീട്ടിൽ ചിലവഴിക്കുന്നത്. പിന്നെ ആത്മീയമായിട്ടുള്ള വളർച്ച ഞങ്ങൾക്ക് കൂടുതൽ ഞങ്ങൾ ദേഷ്യപ്പെടുന്ന ടൈപ്പ് ക്യാരക്ടറാണ് ഞങ്ങളുടെ എല്ലാവരും. അച്ഛനാണേലും അമ്മയായാലും ഞാനായാലും എല്ലാവരും നല്ല ദേഷ്യമാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ തന്നെ അടിയാവുന്ന ടൈപ്പ് ക്യാരക്ടറാണ് ഞങ്ങളുടെ എല്ലാവരുടെയും. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ അടിയും കാര്യങ്ങളും ഒന്നുമില്ല വലുതായിട്ട്. ഞങ്ങൾ ആ ഒരു സമയം ദേഷ്യം വന്നാൽ പോലും മാതാവിനെ വിചാരിക്കുമ്പം ആ ദേഷ്യം 1 മിനിറ്റ് കൊണ്ട് സ്വിച്ച് ഇട്ട പോലെ മാറും. ദേഷ്യപ്പെടാനോ ഒന്നും കഴിയുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളോട് ഒത്തിരി തെറ്റ് ചെയ്തവരുണ്ട്. അവരോട് വരെ പുറത്ത് ക്ഷമിച്ച് അവർ നമ്മളോട് എങ്ങനെയോ ആയിക്കോട്ടെ, നമ്മളങ്ങനെ നിൽക്കല്ലല്ലോ എന്നോർത്ത്, മാതാവിനെ ഓർത്ത് ഞങ്ങളെല്ലാം ക്ഷമിച്ചു. ഞങ്ങൾ എല്ലാം മറന്ന് എല്ലാവരോടും സന്തോഷത്തെ നിൽക്കുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുകുമാരനും പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ നിന്ന് ഒരു സാക്ഷ്യം പറയാൻ ലഭിച്ചതിനെ ഓർത്ത് ഈശോയ്ക്കും അമ്മ മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് സാൻഡ്ര. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്, അറിയാൻ പറ്റിയത്. പിന്നെ ഞാനും അമ്മയും വന്നിവിടെ ഉടമ്പടി എടുക്കുകയായിരുന്നു. ഞാൻ മാർച്ച് 2024 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. പിന്നെ 2 പ്രാവശ്യം പുതുക്കി.
പിന്നെ ഞാൻ എൻ്റെ ഒരു 3rd ഇയർ ആയപ്പോഴാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. ഞാനൊരു MBBS സ്റ്റുഡൻ്റാണ്. അപ്പോൾ അതിനെ പറ്റിയൊരു സാക്ഷ്യം പറയാനാണ് അവിടെ നിൽക്കുന്നത്. എനിക്ക് എപ്പോഴുള്ളൊരു 3 പ്രശ്നങ്ങളാണ്. തിയറി എന്ന് പറയുന്ന സമയമാകുമ്പോഴൊക്കെ ഞാൻ എത്ര കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാലും എനിക്ക് എഴുതുമ്പോൾ അതിൻ്റെ അത്രയും എഴുതാൻ പറ്റാറില്ല. ടെൻഷൻ കൊണ്ട് പകുതി മറന്നു പോകാറുണ്ട്. അതേപോലെ തന്നെ പ്രാക്ടിക്കൽസ് ആയാലും എനിക്ക് ചോദിക്കുന്ന എക്സാമിനർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊന്നും ആളുടെ ഒരു മുഖഭാവം മാറിയാൽ തന്നെ എനിക്ക് അപ്പം തന്നെ ടെൻഷനാവും. പിന്നെ എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയാൽ പോലും ഒന്നും ഉത്തരം പറയില്ല. സ്റ്റക്കായി കംപ്ലീറ്റ്ലി ഞാൻ ബ്ലാങ്കായി അവിടെ നിൽക്കാറുണ്ട്. അതേപോലെയുള്ളൊരു 3ാമത്തെ പ്രശ്നമാണ്, എനിക്ക് ടെൻഷൻ ഭയങ്കരമായിട്ട് കയറും. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ വീട്ടിലാർക്കും ആ ടെൻഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അവർക്കും അത് ഭയങ്കര സ്ട്രെസ്സാണ്. ഒരു എക്സാം വരുമ്പോൾ ഞങ്ങളുടെ ഫാമിലി മൊത്തം ഡല്ലാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫൈനൽ ഇയർ ആയപ്പോഴത്തേക്കും എൻ്റെ ഹോസ്റ്റലിൽ നിന്നൊന്നും പുറത്ത് വിടുന്നില്ലായിരുന്നു. പള്ളി ആയാൽ പോലും കുർബാനയൊന്നും കൂടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഡൗൺ ആയി തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ അമ്മ അബ്രോഡാണ്, ഞങ്ങൾ ഫാമിലി മൊത്തം അബ്രോഡാണ്. അപ്പോൾ അമ്മേനെ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവന്ന് പുറത്ത് വേറൊരു സ്ഥലത്ത് പേയിങ് ഗസ്റ്റ് പോലെ ഞങ്ങൾ റൂം എടുത്ത് അവിടെ താമസിച്ചു. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ഉടമ്പടി എടുക്കാൻ, ഉടമ്പടിയെ പറ്റി അറിയുവാനും ധ്യാനം ആയാലും ഡെയിലി കുർബാന കൂടാനും ഒക്കെ അതിന് ബെനിഫിറ്റായി എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ ദൈവത്തോട് അടുക്കാൻ എനിക്ക് പറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഞാൻ തിയറി എക്സാംസുകൾ എഴുതി തുടങ്ങി. എല്ലാ എക്സാമിന് പോകുമ്പോഴും ഉടമ്പടി ഉപ്പ് ഞാൻ എടുക്കും. എനിക്ക് സ്ട്രെസ്സ് വന്ന അപ്പം ഞാൻ അവിടെ ഇടും. ഞാൻ പ്രത്യക്ഷീണത്തിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എക്സാമിന് എനിക്ക് ബുക്ക്ലെറ്റ് കിട്ടുന്നതിന് മുമ്പും ഞാൻ ഇടും. അത് കഴിഞ്ഞ് അങ്ങനെ ഓരോ ഘട്ടത്തിലും ഞാൻ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ടേ ഞാൻ എഴുതുള്ളൂ. എത്ര ടൈം പോകുന്നതെന്ന് ഞാൻ നോക്കാറില്ല. ഞാൻ അങ്ങനെയേ ചെയ്യാറുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞു. ഓരോ തിയറി എക്സാംസ് വെൻ വെൽ. അത്യാവശ്യത്തിന് കുഴപ്പമില്ലാണ്ട് എനിക്ക് അതൊക്കെ കടന്നു പോകാൻ പറ്റി. അത് മാതാവിൻ്റെ ഒരു സ്ട്രോങ് പ്രസൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം എൻ്റെ പ്രാക്ടിക്കൽസ് തുടങ്ങി. എൻ്റെ ഫസ്റ്റ് പ്രാക്ടിക്കൽ ഇച്ചിരി ടഫാണ്. മെഡിസിൻ സബ്ജക്റ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നറിയാം. അപ്പോൾ ടെൻഷനോടുകൂടി തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഞാൻ വാർഡുകളിൽ ഉപ്പിട്ടിട്ടാണ് ഞാൻ കയറിയത്. അപ്പം എനിക്ക് എൻ്റെ ടീച്ചർ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കറിയായിരുന്നു വൈവ ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ടഫായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയങ്ങളൊന്നും ഞങ്ങൾക്കൊന്നും വൈവയ്ക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുമാത്രമല്ലാണ്ട് അത് പോരാണ്ട് വേറൊരു സംഭവം കൂടി ഉണ്ടായി. എനിക്ക് കിട്ടിയ കേസ് കുറച്ച് മിസ്ലീഡിങ് ആയിരുന്നു. ഞാൻ എന്ത് ചോദിച്ചാലും ആ പേഷ്യൻ്റ് നോർമലാണ്, കുഴപ്പമൊന്നുമില്ല, ഒട്ടും കോപ്പറേറ്റീവ് ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് ആകെ കൂടി ബുദ്ധിമുട്ടായ എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കാൻ ഞാൻ മാത്രം അവിടെ നിൽക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ 2 സാറുമാർ, എന്നെ പഠിപ്പിച്ചിരുന്ന 2 സാറുമാർ അവിടെ ഉള്ള ഇൻവിജിലേറ്റേഴ്സ് വന്നു. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അതിലൊരാൾ ബ്ലൂ ഷർട്ടായിരുന്നു ഇട്ടിരുന്നത്. അപ്പം ഞാൻ ഇതാണ് കാരണം, എന്നോടൊന്നും പറയുന്നില്ല അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ സാറ് വന്നിട്ട് കാര്യങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് ഇൻസ്ട്രക്റ്റ് ചെയ്ത് തന്നു. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു, ആകെ ഇനി 10 മിനിറ്റ് കൂടി ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യും സാർ? നീ അത് പേടിക്കണ്ട, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ ടൈം എടുത്ത് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ എഴുതി ഞാൻ സബ്മിറ്റ് ചെയ്തു. ബട്ട് എക്സാം വാസ് വെരി ടഫ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ടഫായിരുന്നു. ഞാൻ ശരിക്കും വിചാരിച്ചത് തോക്കുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് അങ്ങനെ ആ ഒരു എക്സാം കഴിഞ്ഞു. ആ എക്സാം കഴിഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഗൈനക്കോളജി എക്സാമാണ്. അപ്പം ജസ്റ്റ് ഒരു ദിവസം പോലും ഇല്ല, ഞാൻ 5:30 വരെ ഇതിൻ്റെ ട്രോമയിലാണ്. പുലർച്ചെ 5:30 വരെ ഞാൻ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഉറങ്ങിയിട്ടില്ല. പുലർച്ചെ 5:30 വരെ ഞാൻ ആ ബുക്ക് നോക്കിയിരിക്കും. എനിക്ക് പറ്റുന്നില്ലായിരുന്നു പഠിക്കാൻ. 7 മണിക്ക് എനിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ അവസാനം ഒന്നും പഠിക്കാണ്ട് ഞാൻ ദൈവത്തിന് സമർപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ അതും മാതാവിൻ്റെ കരുണ കൊണ്ട് ഇറ്റ് വെൻറ്റ് വെൽ. അങ്ങനെ എൻ്റെ എക്സാംസൊക്കെ കഴിഞ്ഞു. ടെൻഷനാണ്. റിസൾട്ട് ഒന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാരണം ഞാൻ എന്നിട്ട് അവസാനം റിസൾട്ട് വന്നതിൻ്റെ 1 വീക്ക് മുമ്പ് ഞാനിവിടെ കൃപാസനത്തിൽ എൻ്റെ ഫാമിലിയായിട്ട് വന്നു. ഫാമിലിയായിട്ട് വന്നിട്ട് ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ്സിനായിട്ട് പോയി അവിടെ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി.
ബാക്കിയെല്ലാം മാതാവ് നോക്കിക്കോളും. അത് ഭയങ്കര ഒരു എനിക്കും എൻ്റെ ഫാമിലിക്കും ഗ്രേറ്റ് റിലീഫായിരുന്നു. അതിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ ശേഷം റിസൾട്ട് വരുന്ന ആ ഒരു ദിവസം ഞങ്ങൾ പുത്തമ്പള്ളി പറയും, ഞാൻ തൃശ്ശൂരാണ്. അപ്പം മാതാവിൻ്റെ ബസിലിക്കയാണത്. അപ്പം അവിടെ പോയി ഞങ്ങൾ അവിടെ കുർബാന കണ്ട് തിരിച്ചു വന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ റിസൾട്ട് പബ്ലിഷായി. ഞങ്ങളെല്ലാവരും നേരെ പിന്നെയും പള്ളിയിലേക്ക് കയറി. ഞങ്ങളുടെ സൈറ്റ് ജാം ആവുന്നുണ്ടായിരുന്നു, ക്രാഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എവിടുന്നോ ഒരു ചേട്ടൻ വന്ന് ഞങ്ങൾക്ക് കൃപാസനത്തിൻ്റെ ഒരു പത്രം ഇങ്ങനെ തന്നു. അപ്പോഴേക്ക് പിന്നെയും ഇങ്ങനെ മാതാവ് എൻ്റെ ഓരോ സമയത്തും എൻ്റെ ഇൻസിഡൻസിൻ്റെ സമയത്തും സ്ട്രോങ് പ്രസൻസ് ഉണ്ട്, നീ ധൈര്യമായിട്ട് ഇരിക്കുക, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ റിസൾട്ട് വന്നു. എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി എൻ്റെ ഫൈനൽ ഇയർ MBBS പാസ്സായി. മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ മാത്രമല്ല, എൻ്റെ ഒരു ആ ഒരു ടഫായിട്ടുള്ള ആ പ്രാക്ടിക്കലിൻ്റെ അന്ന് അതിന് മുമ്പ് എൻ്റെ മോഡൽസിൻ്റെ സമയത്ത് എനിക്കൊരു പേഷ്യൻ്റ് എനിക്ക് കിട്ടിയത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ വെറുതെ എന്തോ സംസാരിച്ചു തുടങ്ങി ആ പേഷ്യൻറ്റിനോട് എക്സാമിൻ്റെ ഇടയ്ക്ക് തന്നെ. അപ്പോൾ ആ പേഷ്യൻ്റ് ഇങ്ങനെ പറഞ്ഞു, എനിക്കിതില്ല, കാശില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് കാശ് ഗൂഗിൾ പേ വഴി അയച്ചു. അത് കഴിഞ്ഞ് ഞാൻ പോയി, അത് കഴിഞ്ഞു. ആ സെയിം കേസ് തന്നെയായിരുന്നു എനിക്ക് ആ ടഫുള്ള എക്സാമിൽ വൺ ഓഫ് ദ കേസായിട്ട് വന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. എനിക്ക് ആ കേസ് നന്നായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് തോന്നിയാണ് മാതാവ് ഞാനൊരു സൈഡ് ഞാൻ വീക്കാവുമ്പോൾ അതിന് എന്താ പറയുക, കൗണ്ടറാക്റ്റായിട്ട് മാതാവ് ഇങ്ങനെ വേറെ അനുഗ്രഹങ്ങൾ എനിക്കിങ്ങനെ നൽകിക്കൊണ്ടിരിക്കണ പോലെ എനിക്ക് തോന്നി. പിന്നെ തേർഡ് ഇയർ ആയാലും ഞാനിതേപോലെ തന്നെ ഉടമ്പടി എടുത്ത് അങ്ങനെയാണ് പാസ്സായത് എന്ന്. പിന്നെ വേറെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അനീതി അവളവിടെ അബ്രോഡാണ്, അവൾ എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ്. അവൾക്കും ഇതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, അവിടുത്തെ ഇൻ്റർനാഷണൽ ലൈസൻസ് സെക്കൻഡ് അറ്റംപ്റ്റിന് തന്നെ പാസ്സാവാൻ സാധിച്ചു. അവിടെ ഉടമ്പടി ഉപ്പും തൈലവും പൂശിയാണ് അവൾ ഓരോ പ്രാവശ്യവും ടെസ്റ്റിന് പൊയ്ക്കൊണ്ടിരുന്നത്. സെക്കൻഡിൽ തന്നെ അറ്റംപ്റ്റിൽ തന്നെ അവൾക്കത് കയറാൻ സാധിച്ചു. പിന്നെ എൻ്റെ പപ്പയ്ക്കാണെങ്കിൽ പോലും വർക്കിൽ ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ ഇതേപോലെ തന്നെ ഉപ്പ് പ്രയോഗിക്കുകയും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കമ്പനിയിൽ വർക്കുകൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അപ്പം തന്നെ അത് തന്നെ സോൾവ് ചെയ്ത് പോവാറുണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ ഏത് എക്സാം കഴിഞ്ഞാലും ഞാൻ ടയേർഡായാലും ഇല്ലെങ്കിലും അൽഗോ ഞാൻ പോവും. എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോവും. ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ പത്രം വിതരണം ചെയ്യും. അത് കഴിഞ്ഞ ശേഷം തിരിച്ചു വരും. അങ്ങനെയായിരുന്നു എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരുന്നത്. ഞാൻ 4 ഇയേഴ്സായിട്ട് 3 ഇയേഴ്സായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പഠിക്കണേൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷേ എൻ്റെ ഫൈനൽ ഇയറിന് ഞാൻ എൻ്റെ പ്രാർത്ഥനയ്ക്കും ഇതേപോലെ പ്രവർത്തനങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ടേ ഞാൻ ബാക്കി എന്തും ചെയ്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾ എൻ്റെ പേഷ്യൻസിനെ എൻകൗണ്ടർ ചെയ്യുമ്പോൾ, കേസ് എടുക്കാനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം പറയുകയാണെങ്കിൽ എന്നാലാവുന്ന വിധം എന്നിലില്ല, എൻ്റെ പാരൻസിൻ്റെ നിന്ന് ഞാൻ കാശ് മേടിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളായാലും എല്ലാം ചെയ്യാറുണ്ട്. കുഴപ്പമില്ലാണ്ട് എല്ലാം എന്നാലാവുന്ന രീതിയിൽ നോക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ കുർബാന എല്ലാ ദിവസവും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അമ്മയായിട്ട് പുറത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ദിവസവും കൂടാൻ പറ്റി. എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ പോവാറുണ്ട്. അതേപോലെ തന്നെ ഡെയിലി ബ്ലെസ്സിങ് രാവിലെ കേൾക്കാറുണ്ട്. ഒരു ടൈം ടേബിൾ പോലെ എല്ലാ ദിവസവും എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റാറുണ്ട്. ധ്യാനമായാലും അരമണിക്കൂർ ബൈബിളായാലും സാക്ഷ്യങ്ങളായാലും കേൾക്കാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. എനിക്ക് എന്തെങ്കിലും പെർട്ടിക്കുലറായിട്ട് ഒരു ഫ്രണ്ടിനെ അയക്കണം എന്ന് തോന്നുന്ന അതൊക്കെ ഞാൻ ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കാറുമുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അനിൽഡ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട രൂപതയിൽ കാട്ടൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം, ഞാൻ 2018
ഒക്ടോബർ മാസം എൻ്റെ അമ്മ ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അതിനോടനുബന്ധിച്ച് എന്താണ് കൃപാസനം എന്നും ഇവിടുത്തെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും എന്താണെന്ന് അറിയാൻ വേണ്ടി 2018 നവംബർ മാസം ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് കടന്നു വന്ന് 2018 നവംബർ മുതൽ 2020 വന്ന് കോവിഡ് വന്ന് ഇവിടെ കൃപാസനം ക്ലോസ് ചെയ്യുന്ന അന്ന് വരെ എല്ലാ മാസവും ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയിൽ അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ സാക്ഷ്യങ്ങളില്ല, അച്ഛൻ്റെ ധ്യാനം ഞാനിവിടെ കൂടുമായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ഞാൻ എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ ആ സാക്ഷ്യങ്ങൾ ഉടമ്പടിയിലുള്ള ആ ധ്യാനം കൂടുമ്പോൾ എനിക്ക് തോന്നിയിരുന്നത് എന്നെ നിത്യതയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടും എൻ്റെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഈ കാലഘട്ടത്തിൽ നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ പദ്ധതിയാണ്, ഏറ്റവും നല്ല സ്ഥലവുമാണ് കൃപാസനം എന്ന് എനിക്ക് മനസ്സിലായിട്ടാണ് ഞാനിവിടെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നത്. എൻ്റെ മറ്റ് ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ കൃപാസനത്തിലേക്ക് കടന്നു വന്നത്. ഞാൻ ഉടമ്പടി എടുക്കാണ്ട് തന്നെ 1 വർഷത്തിലധികം ഞാനിവിടെ വന്ന് എല്ലാ മാസവും വന്ന് ധ്യാനം കൂടുമായിരുന്നു. അങ്ങനെ ഞാൻ 2020 മെയ് മാസം 31-ാം തീയതിയാണ് ആദ്യമായിട്ട് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ കൃപാസനം കോവിഡ് വന്ന് ക്ലോസ് ചെയ്ത കാരണം ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാനുണ്ടായത്. ഞാൻ ഉടമ്പടിയിൽ ആദ്യം വെച്ച നിയോഗം എൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും എൻ്റെ പ്രാർത്ഥനാ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഈശോയോട് ചേർന്ന് നിൽക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വെച്ച നിയോഗം. ആ ഒരു നിയോഗം മാതാവ് എനിക്ക് ഈശോയിൽ നിന്നും നടത്തി തന്ന് എനിക്ക് എൻ്റെ ആത്മീയമായിട്ട് ഒത്തിരി മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ ഞാൻ രണ്ടാമതായിട്ട് ഞാൻ വെച്ച നിയോഗം എനിക്കൊരു ജോലിയായിരുന്നു. ഞാൻ 2020 ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. 3 വർഷമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. 2020 മെയ് മാസം കോവിഡ് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ സമയത്ത് എൻ്റെ കോൺട്രാക്റ്റ് അവസാനിച്ചതുകൊണ്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞ് ഇനി നമുക്ക് കോവിഡൊക്കെ മാറിക്കഴിയുമ്പം പേഷ്യൻസൊക്കെ ആവുമ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്യാനുണ്ടായത്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഒട്ടും വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഒത്തിരി നാളായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ജോലിയിൽ നിന്നുകൊണ്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ ജോലിയിൽ നിന്ന് എന്നെ പറഞ്ഞു വിട്ടപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിക്കുകയാണ് ചെയ്തത്. ഒട്ടും വിഷമിച്ചില്ല. കാരണം എനിക്ക് ഈ ജോലിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുമല്ലോ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി ഓൺലൈനായിട്ട് എടുക്കുന്നത്. അപ്പം അന്ന് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് അന്ന് വൈകുന്നേരമാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ എനിക്കൊരു പുതിയൊരു ജോലി നൽകണമെന്നും ആ സമയത്ത് അതിനിടയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്കൊക്കെ ഇതിൽ കൃപാസനത്തിലുള്ള വിശ്വാസം, മാതാവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നും ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ 90 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് മാതാവ് പുതിയൊരു ജോലി തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതും ആ സമയത്ത് അങ്ങനെ ഒരു ജോലി കിട്ടുകയെന്നുള്ളത് വളരെ പ്രയാസമാണ്. കാരണം കോവിഡ് വന്ന് സാധാരണ ഹോസ്പിറ്റലുകളിലൊക്കെയും ജോലി എല്ലാവരും പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം ഞാനിങ്ങനെ ന്യൂസ് പേപ്പർ പെട്ടെന്ന് തുറന്നു നോക്കുമ്പോൾ ചെറിയൊരു വേക്കൻസി കോളം കാണുകയും അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ആ ഇൻ്റർവ്യൂവിൽ ശരിക്കും ആ പഞ്ചായത്തിൽ ആ ലൊക്കാലിറ്റിയിൽ പെട്ടവർക്കാണ് ശരിക്കും ആ ജോലി കൊടുക്കാനായിട്ട് കൂടുതൽ ചാൻസ്. ആ പഞ്ചായത്തിലും ആ ലൊക്കാലിറ്റിയിലൊക്കെ ഉണ്ടായിട്ട് കൂടി ഞാൻ ആ പഞ്ചായത്തുകാരി അല്ലാതിരുന്നിട്ട് കൂടി എനിക്ക് ആ ജോലി നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ 2021 ഇവിടെ കൃപാസനം ഓപ്പണായപ്പോൾ ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞ് 3 വർഷം ആവാറായിരുന്നു. ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഇവിടെ അച്ഛനെ കാണാനായിട്ട് 2021 ഒക്ടോബർ മാസം എനിക്ക് അച്ഛനെ കാണാനായിട്ടൊരു അവസരം ലഭിച്ചു. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞ് ഇവിടെ പ്രാർത്ഥിച്ച് ഞങ്ങളെ ബ്ലെസ് ചെയ്തിട്ട് പിന്നത്തെ വർഷം 2022 ഒക്ടോബറിൽ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. അവളുടെ പേരാണ് എവലിൻ. അവൾക്കിപ്പോൾ 3 വയസ്സ് അടുത്ത മാസമാവും. മാതാവ് ഒക്ടോബർ മാസം മാതാവ് തന്നതാണെന്നുള്ളതിന് ഒരു തെളിവ് വേണമെന്ന് ഞാൻ എപ്പോഴും ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ തുടർച്ചയായിട്ട് 2021 മുതൽ ഉടമ്പടിയിലാണ് ഞാനിപ്പോൾ 9 പ്രാവശ്യമായി പുതുക്കണത്. അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് ഒക്ടോബറിൽ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകിയപ്പോൾ ഇനി ഒരു കുഞ്ഞിനെയും കൂടി മാതാവിൻ്റെ ഇഷ്ടമുള്ള സമയത്ത് മാതാവ് തന്നെ തരണമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഉടമ്പടിയിലൊരു നിയോഗം വെച്ചിരുന്നു. അങ്ങനെ ഈ കുഞ്ഞിന് 2.5 വയസ്സായപ്പോൾ അടുത്തൊരു കുഞ്ഞിനെ മാതാവ് മെയ് മാസം നൽകി. അതും മാതാവ് തന്നതാണെന്നുള്ളതിന് ഒരു തെളിവ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ആ കുഞ്ഞിന് മാതാവിൻ്റെ മാസമായിട്ടുള്ള മെയ് മാസം രണ്ടാമതൊരു കുഞ്ഞിനെ ഡാനിയൽ എന്നാണ് ഇവന് പേരിട്ടിരിക്കുന്നത്. മൂത്ത കുഞ്ഞിൻ്റെ പേര് എവിലിൻ എന്നാണ്. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. അടുത്തതായിട്ട് ഞാൻ വെച്ച സാക്ഷ്യം, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കുറച്ച് സ്ഥലം വാങ്ങാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് എത്രയും വേഗം, ഞങ്ങളുടെ കയ്യിൽ അതിനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല, സാമ്പത്തികമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാത്തൊരവസ്ഥയിൽ ഞങ്ങൾക്ക്
മറ്റുള്ളവരുടെ സഹായത്താലൊക്കെയും ഞങ്ങൾക്ക് ഒരു മാതാവ് സ്ഥലം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ അടുത്തായിട്ട് ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ടാണ് ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നത്. എൻ്റെ ജീവിത പങ്കാളിക്ക് ജോലിയോടനുബന്ധിച്ച് ആൾ അബുദാബിയിലാണ് വർക്ക് ചെയ്യണത്, ആൾ ഓയിൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ജോലിയോടനുബന്ധിച്ച് ഒത്തിരി യാത്രകൾ കടലിലും അതുപോലെ ഫ്ലൈറ്റിലും കരയിലൊക്കെ ഒത്തിരി യാത്രകൾ ദിവസവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ യാത്രകളിലൊക്കെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ജോലിയിലുള്ള ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും നിലനിൽപ്പിന് വേണ്ടി സംരക്ഷണത്തിനൊക്കെ വേണ്ടി ഞാൻ എല്ലാ പ്രാവശ്യവും ഉടമ്പടി പുതുക്കുമ്പോൾ വെക്കുമായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലായ്പ്പോഴും എല്ലാ സമയത്തും ഒരു പ്രത്യേക സംരക്ഷണം ജോലിയിൽ ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ ജോലിയിൽ ഉയർച്ചയും എല്ലാ കാര്യങ്ങളും ചേട്ടന് എപ്പോഴും ലഭിക്കാറുണ്ട്. അതിന് ഞാൻ മാതാവിനോട് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ചേട്ടന് ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറയാറുണ്ട് ടെൻഷനുണ്ട്, ഒത്തിരി ടെൻഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം ആ ഒരു ടെൻഷൻ ഒക്കെ വരുമ്പം മാതാവിനോട് എപ്പോഴും ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ്റെ കാര്യം ചേട്ടൻ പറയാറേ ഇല്ല. പിന്നെ അടുത്തായിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ കുഞ്ഞുണ്ടായതിന് ശേഷം എനിക്ക് ആ കുഞ്ഞിന് എൻ്റെ പാല് എനിക്ക് മുഴുവനായിട്ടും കൊടുക്കാൻ പറ്റിയിരുന്നില്ല, ഫോർമുല മിൽക്കും കൂടി കൊടുക്കേണ്ടി വന്നിരുന്നു. അതെനിക്ക് ഒത്തിരി വിഷമമായിരുന്നു. അപ്പം എനിക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടാവുമ്പോൾ മാതാവിനോട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു, ഈ കുഞ്ഞിന് എനിക്ക് എൻ്റെ പാല് തന്നെ കൊടുക്കാനായിട്ട് മാതാവ് എനിക്ക് 6 മാസം എൻ്റെ പാല് തന്നെ കൊടുക്കാനായിട്ട് മാതാവ് എന്നെ സഹായിക്കണമെന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചു. അതിൻ്റെ ഫലമായിട്ട് ഈ കുഞ്ഞിന് മറ്റു പാലുകളൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെയും. ഈ കുഞ്ഞിനിപ്പോൾ 4 മാസം കഴിഞ്ഞു, എൻ്റെ പാല് തന്നെ ഈ കുഞ്ഞിന് കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ച കൂടുതൽ ഞാൻ ആത്മീയമായിട്ട് വളരാനും പരിശുദ്ധാത്മാവുകൊണ്ട് നിറയാൻ പറ്റാൻ വേണ്ടിയിട്ടും പിന്നെ ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടി അങ്ങനെ ആത്മീയമായിട്ട് വളരാനുള്ള നിയോഗങ്ങളാണ് കൂടുതലും വെക്കാറ്. ഭൗതിക നിയോഗങ്ങൾ കുറവാണ് ഞാൻ വെക്കാറ്. പിന്നെ എൻ്റെ ഉടമ്പടിയിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പത്രപ്രേക്ഷിത പ്രവർത്തനമാണ്. അത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ പത്രപ്രേക്ഷിത പ്രവർത്തനം നടത്താറുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊക്കെ ഞാൻ പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ പൊതുസ്ഥലങ്ങളിലാണ് ഞാൻ എപ്പോഴും കൊടുക്കാറുള്ളത്. ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും കടകളിലും അങ്ങനെയൊക്കെയാണ് ഞാൻ കയറി ഇറങ്ങി കൊടുക്കാറുള്ളത്. പള്ളികളിലൊന്നും ഞാൻ കൊടുക്കാറേ ഇല്ല. പിന്നെ കാരുണ്യപ്രവർത്തികൾ, ഈ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് കാരുണ്യപ്രവർത്തികൾ പുറത്ത് പോയി ചെയ്യാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കൂടുതൽ ഞാൻ ഫിനാൻഷ്യലി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ എൻ്റെ ഇവിടെ 2020 മുതൽ എനിക്ക് ജോലി കിട്ടിയ മാതാവ് തന്ന ജോലി കിട്ടിയ അന്ന് മുതൽ ഞാൻ എൻ്റെ ശമ്പളത്തിൻ്റെ ഒരു അംശം എല്ലാ മാസവും കൃത്യമായി ഞാൻ കൃപാസനത്തിൽ കൊടുക്കാറുണ്ട്. അതുപോലെ എൻ്റെ ശമ്പളത്തിൽ നിന്ന് എനിക്ക് ദൈവം തന്നതിൻ്റെ ഒരംശം കൃത്യമായി ഞാൻ മറ്റ് പാവങ്ങളെ സഹായിക്കാനും ഞാൻ കൊടുക്കാറുണ്ട്. എൻ്റെ അടുത്ത് സഹായം ചോദിക്കുന്നവർക്ക് ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ ഒത്തിരി പേരെ എനിക്ക് കൃപാസനത്തിലേക്ക് കൊണ്ടുവരാനും ഞാൻ പറഞ്ഞിട്ട് അവർ സാക്ഷ്യം ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് സാക്ഷ്യങ്ങളുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും പിന്നെ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ്, ഞാനൊരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി രോഗികളും വേദനിക്കുന്നവരൊക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ അവരോട് മാതാവിനെ കുറിച്ച് പറയാനും അവരൊത്തിരി പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് അവിടെ ജോലിയിലായിരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ചേട്ടൻ ഓൺലൈനായിട്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് എടുത്തായിരുന്നു. അങ്ങനെ ചേട്ടന് ലഭിച്ച ഒരു സാക്ഷ്യം ചേട്ടൻ പറയും. യേശുവേ സ്വസ്ത്രം, മാതാവേ നന്ദി, യേശുവേ നന്ദി. എൻ്റെ പേര് നിജിൽ. ഞാൻ വർക്ക് ചെയ്യുന്നത് UAE-യിലാണ്. അവിടെ ഒരു ഓയിൽ ഫീൽഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ കൂടുതലും കടലിലാണ് വർക്ക് ചെയ്യുന്നത്. അത് കാരണം എൻ്റെ ഒരു 5 കൊല്ലമായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു ജോലിയുടെ ഭാഗമായിട്ട്. പക്ഷേ അത് 5 കൊല്ലമായിട്ട് എനിക്കതിൻ്റെ അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ടായിരുന്നില്ല. വർക്ക് റിലേറ്റഡ് ആയിട്ട് ഞാൻ കടലിലാണ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂ കാണാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല. അത് കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇവിടെ വൈഫ് പറഞ്ഞതനുസരിച്ച് ഞാൻ ഇവിടെ ഓൺലൈനിലായിട്ട് ലൈറ്റിൽ ക്യാൻഡിൽ പ്രയർ എടുക്കുകയും അത് കാരണം ഞാൻ 5 കൊല്ലമായിട്ട് ഞാൻ ട്രൈ ചെയ്തിരുന്ന ഒരു ഇൻ്റർവ്യൂ എനിക്ക് എത്രയും വേഗം ഇവിടുത്തെ ഓൺലൈനിലായിട്ടുള്ള ലൈറ്റിൽ ക്യാൻഡിൽ പ്രയർ എടുത്തതിൻ്റെ ഭാഗമായിട്ട് മാതാവ് എത്രയും വേഗം എനിക്ക് ആ 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്കത് പാസ്സാവാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 6 കൊല്ലമായിട്ട് അവിടെ UAE-യിൽ തന്നെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കത് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓപ്പൺ ആക്കി വയ്ക്കാമെന്നല്ലാണ്ട് എനിക്കത് ടെസ്റ്റിന് പോകാനായിട്ട് സാധിച്ചിരുന്നില്ല. ഈ ഓൺലൈനിലുള്ള ലൈറ്റിൽ ക്യാൻഡിൽ പ്രയർ എടുത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ മാതാവിൻ്റെ ഒത്തിരി നന്ദി, സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ മാതാവ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഇതും പാസ്സാക്കി തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ടൈമും ഞാൻ മാതാവിൻ്റെ കാശ് രൂപം കൂടെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഇത് ടെസ്റ്റിന് പോയപ്പോഴും പിന്നെ ഇൻ്റർവ്യൂ പാസ്സാവുന്ന സമയത്ത് മാതാവിൻ്റെ കാശ് രൂപം കയ്യിൽ വെച്ചിട്ടാണ് എല്ലാം ചെയ്തിരുന്നത്. എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് പാസ്സാവാൻ സാധിച്ചിരുന്നു. ഒത്തിരി മാതാവിന് നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 29, 12, 13 തിരുവചനങ്ങൾ
നിങ്ങളുടെ ദൈവമായ കൃപാസനം മാതാവിനും യേശുക്കും ഒത്തിരി ഒത്തിരി നന്ദി. എൻ്റെ പേര് അഗസ്റ്റിൻ ഡേവിസ്. ഞാൻ ബാറിൽ നിന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഓൺലൈനായിരുന്നു. അത് May 1st 2022 പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് 15 July 2023 അത് ഒരു ഫൈനാൻസ് ഇഷ്യൂസ് ആയിരുന്നു ഞാൻ ഇവിടെ വന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം May 2 ഉടമ്പടി പുതുക്കി. അപ്പോൾ ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ. അപ്പോൾ എനിക്ക് കമ്പനിയുടെ ഒരു ഓണർഷിപ്പ് കിട്ടാൻ വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടി പുതുക്കിയത്. ഈ ഓണർഷിപ്പ് പുതുക്കി കഴിഞ്ഞിട്ട് മെയിൻലി എൻ്റെ ഇഷ്യൂസ് ആയിരുന്നു, ഞങ്ങളുടെ കമ്പനിയിലെ ബിസിനസ് ഇല്ലായിരുന്നു. ഞാൻ മാത്രമേ കമ്പനിയിലുള്ളൂ, വേറെ ഒരു വർക്കറും ഇല്ല. ഞാൻ ഇത് കമ്പനി റൺ ചെയ്യുമ്പോൾ ഓർഡേഴ്സ് വരുന്നുണ്ട്, പക്ഷേ അതിലൊരു പ്രോഫിറ്റ് ഒന്നുമില്ല. കട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് മാത്രം സാലറി കിട്ടുന്നുണ്ട്. ആ സാലറിയും എനിക്ക് 10 വർഷം മുമ്പേ കിട്ടിക്കൊണ്ടിരുന്ന സാലറി ആയിരുന്നു. പക്ഷെ അതിനും കുഴപ്പമില്ലായിരുന്നു. ഞാൻ മാതാവിനെ നന്ദി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കമ്പനി നടത്തിക്കൊണ്ട് കൊണ്ടുപോകുമ്പോൾ ഒക്ടോബറിൽ ഞാനിവിടെ ജപമാല റാലിയിൽ വരാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, October 26. അപ്പോൾ ഞാൻ October 1st വീക്കിൽ ഞാൻ എൻ്റെ കമ്പനിയുടെ അക്കൗണ്ട്സ് എടുത്ത് നോക്കി, കമ്പനിയുടെ ടേൺ ഓവർ എത്രയാണെന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ കമ്പനിയുടെ ടേൺ ഓവർ 3.5 കോടി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ചിലവൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ ഒക്കെ മാനേജ് ചെയ്ത് കഴിഞ്ഞിട്ടും പ്രോഫിറ്റ് ഒന്നും ഇല്ലായിരുന്നു. അതൊക്കെ അഗെയിൻ കട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ 3.5 കോടിക്ക് ടേൺ ഓവർ കണ്ടപ്പോൾ ഞാൻ മാതാവോട് ഒന്ന് പറഞ്ഞു, മാതാവേ ഇനിയും 2 മാസമുണ്ട്, December 31 അവിടുത്തെ ഫൈനാൻഷ്യൽ ഇയർ എൻഡിങ്. ഞാൻ പറഞ്ഞു ഈ 2 മാസത്തിൽ എനിക്ക് ഒരു 1.5 കോടിയുടെ ടേൺ ഓവർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? കാരണം അത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പ്രോഫിറ്റിലേക്ക് കമ്പനി കൊണ്ടുപോകാൻ പറ്റും. ഞാനത് മാതാവോട് അങ്ങനെ ആഗ്രഹിച്ചു, അങ്ങനെ പറഞ്ഞു. October 22 ഞാൻ അറിയാത്ത ഒരു ക്ലയൻറ്റ് എന്നെ ഫോൺ വിളിച്ചു. അവർ പറഞ്ഞു അവർക്ക് ഒരു പ്രൊഡക്റ്റ് ഒത്തിരി അർജൻറ്റായിട്ടാണ് വേണ്ടിയത്. അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്തു. October 24 ഈവനിങ് ഫ്ലൈറ്റാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ നാട്ടിലേക്ക് വരാനായിട്ട്, ജപമാല റാലിയിൽ പാട്ടെടുക്കാനായിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ October 22 എനിക്ക് കോൾ ചെയ്തു. October 24 രാവിലെ പുള്ളിക്കാരൻ എനിക്ക് സാമ്പിൾ തന്നു. ആ സാമ്പിൾ ഞാൻ അപ്പം തന്നെ യൂറോപ്പിലേക്ക് അയച്ചു. ഞാൻ സെയിം ഡേ ഈവനിങ് ഞാൻ ഫ്ലൈറ്റ് എടുത്ത് ജപമാല റാലിയിൽ വന്നപ്പോൾ മാതാവോട് ഞാൻ സമർപ്പിച്ചു ആ പ്രയർ. പിന്നെ മാതാവോട് സെയിം പ്രയർ ഞാൻ സമർപ്പിച്ചത്, മാതാവെ ടേൺ ഓവർ എങ്ങനെയെങ്കിലും മാതാവ് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ എനിക്ക്. ഞാൻ തിരിച്ച് 26 സെയിം രാത്രി ഞാൻ തിരിച്ച് ബാറിനിലേക്ക് പോയി. ഞാൻ അതിൻ്റെ കൊട്ടേഷനൊക്കെ സബ്മിറ്റ് ചെയ്തു. November 2 ആയപ്പോൾ എനിക്ക് ആ ഓർഡർ അങ്ങ് കിട്ടി. അത് 50 ലക്ഷത്തിൻ്റെ ഓർഡറായിരുന്നു. അത് കിട്ടിയപ്പോൾ ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവോട് പറഞ്ഞു, അമ്മേ 1 കോടിയുടെ ബാക്കിയുണ്ട്, എന്നാലേ ഈ കമ്പനി എനിക്ക് പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഞാൻ തന്നെയാണ്, എനിക്ക് ഒരാളുടെ വെക്കാൻ ആഗ്രഹമുണ്ട്. November പകുതി ആയപ്പോൾ ഈ സെയിം പ്രോഡക്റ്റിന് വേണ്ടി പിന്നെയും ഒരു ടെൻഡർ ഇറങ്ങി. ഇത് വേറെ ഒരു ക്ലയൻ്റ് ആയിരുന്നു, ഇതായിരുന്നു ആക്ച്വൽ എൻഡ് യൂസർ. ഈ ടെൻഡർ ഇറങ്ങിയപ്പോൾ തന്നെ ആ ടൈമിൽ തന്നെ ഞങ്ങൾക്കൊരു സർക്കുലർ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാങ്ക് വേറെ ഒരു വലിയൊരു ബാങ്ക് ടേക്ക് ഓവർ ചെയ്യുകയെന്ന്. അത് December 1 തൊട്ട് അതിൻ്റെ ഓൺലൈൻ പ്രൊസീഡിങ്സും എല്ലാം അങ്ങ് മാറും. ഈ ടെൻഡറും വന്നത് December 1 ഫൈനൽ ഡേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ടെൻഡറിലേക്ക് വർക്ക് ചെയ്തു. November 30 ഒരു സാറ്റർഡേ ആയിരുന്നു. ഞാൻ സാധാരണ എല്ലാം 7 days a week ഞാൻ വർക്കിംഗ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ December 1 സൺഡേയാണ്, ഞാൻ November 30 സാറ്റർഡേ എൻ്റെ ടെൻഡർ സബ്മിറ്റ് ചെയ്തോളാം, ഇതെല്ലാം ഓൺലൈനാണ്. അപ്പോൾ ഇതിലൊരു ബിഡ് ബോണ്ട് ഉണ്ട്. ആ ബിഡ് ബോണ്ട് നമുക്ക് ഓൺലൈൻ ബാങ്കിങ് വഴിയാണ് ചെയ്യേണ്ടത്. ഞാൻ ഫ്രൈഡേ വന്നപ്പോൾ November 29 ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു ഡേ ഞാൻ റെസ്റ്റ് എടുക്കാം. കണ്ടിന്യൂസ് വർക്കിംഗ് ചെയ്തിട്ട് ഒത്തിരി ടയർഡായി. പക്ഷെ ഞാൻ റെസ്റ്റ് എടുക്കാൻ നോക്കുമ്പോൾ ആരോ എന്നോട് പറയുന്നുണ്ട്, നീ റെസ്റ്റ് എടുക്കണ്ട, നീ ഓഫീസിലേക്ക് പോ, ആ ബിഡ് അങ്ങ് സബ്മിറ്റ് ചെയ്യുക. ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി, പക്ഷെ അത് പറ്റുന്നില്ല എനിക്ക്. ഞാനപ്പോൾ എങ്ങനെയോ ഞാൻ ഓഫീസിൽ പോയി ഞാൻ ആ ടെൻഡർ സബ്മിറ്റ് ചെയ്തു. ഓൺലൈൻ ബിഡ് ബോർഡും ഞാൻ November 29 ഞാൻ സബ്മിറ്റ് ചെയ്തു. ഫുൾ ടെൻഡർ കാര്യങ്ങൾ ഞാൻ November 29 തന്നെ തീർത്തു. പിന്നെ November 30 സാറ്റർഡേ ഞാൻ വെറുതെ വേറൊരു കാര്യത്തിന് വേണ്ടി ഓൺലൈൻ ബാങ്കിങ് ഞാൻ യൂസ് ചെയ്യാൻ പോയി. ഇതെല്ലാം കമ്പനിയുടെ ബാങ്കിങ് ആണ്. അത് ബാങ്കിങ് ഞാൻ ആക്സസ് ചെയ്യാൻ പോയപ്പോൾ വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരുടെ ഹാൻഡ് ഓവർ ഓൾറെഡി November 30 തുടങ്ങി.
അപ്പോൾ ഓൺലൈനായിട്ട് ഓരോ ബാങ്കിങ് ആക്ടിവിറ്റീസും നടക്കുന്നില്ല. ഡിസംബർ 1-ാം തീയതിയോ ബാങ്കിലാണെങ്കിൽ ഫുൾ ക്രൗഡ് എല്ലാവരും, കാരണം ആ ബാങ്കിൽ ഇരിക്കുന്ന അക്കൗണ്ട്സ് ഉള്ള ആൾക്കാർമാർ ആരുടെയും ബാങ്കിങ് ഓൺലൈൻ ബാങ്കിങ് വർക്ക് ആവുന്നില്ല. എല്ലാവരും ഡിസംബർ 1-ാം തീയതി ബാങ്കിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് ഞാൻ ആ ഡിസംബർ 1-ാം തീയതി ഞാൻ November 30 ബിഡ് സബ്മിറ്റ് ചെയ്യാൻ ഇരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ആ ബിഡ് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അത് മാതാവ് കാരണമാണ് എനിക്ക് ആ ബിഡ് ടൈമിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത് ഡിസംബർ 1-ാം തീയതി മുമ്പേ തന്നെ. ദിവസങ്ങളും കഴിഞ്ഞു, ഞാൻ 1 കോടി മൈൻഡിൽ ഇങ്ങനെ പിടിച്ച് നടക്കുക. 1 കോടിയുടെ എനിക്ക് വേണം ടേൺ ഓവറിന് വേണ്ടി. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഡിസംബർ 7-ാം തീയതി മാതാവുടെ ദിവസമാണ്. അപ്പം ഞാൻ എന്തോ ചോദിച്ചു, ഞാനൊരു ലോട്ടറി ടിക്കറ്റ് അങ്ങ് വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു ഈ 1 കോടി കിട്ടാൻ വേണ്ടി വേറൊരു സാധ്യത കിട്ടുന്നില്ല, കാണുന്നില്ല. ഇപ്പോൾ 24 ഡേയ്സ് കൂടെ ഉള്ളൂ, 23 ഡേയ്സ്. ഞാൻ പറഞ്ഞു അതിലൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാനൊരു ലോട്ടറി ടിക്കറ്റ് അങ്ങ് വാങ്ങിച്ചു. ആ ദിവസം ഞാൻ രാത്രി ഉറങ്ങിയപ്പോൾ പിറ്റേ ദിവസം വെളുപ്പിന് ഡിസംബർ 8 എനിക്കൊരു സ്വപ്നം ഞാൻ കണ്ടു. ഒരു വഴിയുണ്ട്, അത് നേരെ പോകുന്ന ഒരു റൗണ്ട് അബൌട്ടിലേക്കാണ്. ഇത് ഉള്ളൊരു സ്ഥലമാണ് ബഹ്റൈനിൽ. ഞാൻ പോകുമ്പോൾ ഒരു 11 o'clock ഡയറക്ഷനിൽ എനിക്കൊരു സ്ത്രീ നിൽക്കുന്നത് കാണാം. ഇത് ഞാൻ ഈ കാണുന്ന സ്വപ്നം ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ എനിക്ക് ശരിക്കും ഇത് ഗ്രേ കളറിലായിട്ട് ഈ ലേഡി നിൽക്കുന്നതായിട്ട് എനിക്ക് കാണുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് ആ സ്ത്രീക്ക് എന്തോ ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് പോയിട്ട് ചോദിക്കണം ആ ലേഡിയോട് എന്തെങ്കിലും വിഷമമുണ്ടോ, എന്തെങ്കിലും സഹായം വേണമെന്ന്. ഞാൻ അവിടെ എത്തുന്ന മുമ്പേ തന്നെ ആ ലേഡി വേറെ ഒന്നുമല്ല, എൻ്റെ കൃപാസനം മാതാവായിരുന്നു. മാതാവ് എന്നോട് ചോദിച്ചു, മോനെ നിനക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നടക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അപ്പം ഞാൻ വലിയ കാര്യത്തിൽ അത് പറഞ്ഞു, മാതാവേ ഇന്നലെ ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അതൊന്ന് ജയിപ്പിച്ച് തരാൻ പറ്റുമോ? മാതാവ് എന്നോട് പറഞ്ഞു, അത് ഞാൻ തന്നാൽ പോരെ. ഈ 4 വേർഡാണ് മാതാവ് യൂസ് ചെയ്ത്. അപ്പം തന്നെ ഞാൻ റിപ്ലൈ തന്നു, അത് മതി. 2 വാക്കിൽ എൻ്റെ റിപ്ലൈയും തീർന്നു. അപ്പം തന്നെ ഞാൻ ഞാൻ എണിച്ചു, ഞാൻ ഉണർന്നു. അപ്പം തന്നെ നോക്കിയപ്പോൾ 5 മണിയായി. രാവിലെ 5:30 റിസ്പെക്റ്റഡ് ഡോക്ടർ ഫാദർ ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഉണ്ടായിരുന്നു, അതിൽ പാട്ടെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ എൻ്റെ ഫോൺ ഒന്ന് ടേൺ ചെയ്തതാണ്. ഫോൺ നോക്കിയപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു വോയിസ് നോട്ടുണ്ട്, 3.25 മിനിറ്റ് ഉണ്ട്. സാധാരണ ഒരിക്കലും എൻ്റെ അമ്മ അങ്ങനെ ഒരു വോയിസ് നോട്ട് അയക്കാറില്ല. ഞാൻ വോയിസ് നോട്ട് ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയുന്നുണ്ട്, മോനെ ഞാനിപ്പോൾ രാവിലെ 5:30 ഇന്ത്യയിലായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ 5:30 പ്രേയറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് മയങ്ങിയതാണ്. അപ്പം ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഞാനൊരു ടേബിളിലൊരു ഡ്രോ തുറന്നപ്പോൾ ഒരു സൈഡിൽ കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒത്തിരി ക്യാഷ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനും അമ്മയോട് തന്നെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു, മാതാവെ കണ്ടു. മാതാവ് എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു അത് മതിയെന്ന്. ഇത് ഡിസംബർ 8-ാം തീയതി ആയിരുന്നു പ്രിയപ്പെട്ടവരെ. ഡിസംബർ 9-ാം തീയതി ഞാൻ ഓഫീസിലെത്തിയപ്പോൾ എനിക്ക് ഒരു ഓർഡർ വന്നിരിക്കുന്നു. അത് 1 കോടിയുടെ ഓർഡറായിരുന്നു. ഈ ഓർഡർ എനിക്ക് ഡിസംബർ 1-ാം തീയതി ഞാൻ അടിച്ച ടെൻഡറില്ലേ, അത് മാതാവ് എന്നെ റെസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല, എന്നെ പോയിട്ട് ആ ടെൻഡർ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ, ആ ടെൻഡറുടെ ഓർഡറായിരുന്നു 1 കോടി. ഡിസംബർ 31-ാം തീയതി വരുന്ന മുമ്പേ തന്നെ മാതാവ് എനിക്ക് ആ 1.5 കോടിയുടെ ടേൺ ഓവർ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ കമ്പനി പ്രോഫിറ്റിലേക്ക് ടേൺ ആക്കി. ആ പ്രോഫിറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഖത്തറിൽ ഒരു എഞ്ചിനീയറെ ഹയർ ചെയ്തിട്ടുണ്ട്. പ്ലസ് ഞാൻ എൻ്റെ ഫാക്ടറിയിൽ ഒരു ടെക്നീഷ്യനും വെച്ചിട്ടുണ്ട്. ഇത് 2ഉം അമ്മ മാതാവ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. അതുമാത്രമല്ല, എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഈ സാക്ഷ്യം ഇവിടെ മെയ് 1st വീക്കിൽ വന്ന് പറയാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പാസ്പോർട്ട് ജൂൺ 1st വീക്കിൽ തീരുന്നായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇത് ഞാൻ എൻ്റെ പാസ്പോർട്ട് ബഹ്റൈനിൽ തത്കാലം എടുത്തോളാം, അത് 3 ദിവസമല്ലോ പാസ്പോർട്ട് കിട്ടും, കുഴപ്പമൊന്നുമില്ല. മെയ് 2-ാം തീയതി വന്നിട്ട് മാതാവിൻ്റെ ഈ സാക്ഷ്യം ഞാൻ പറഞ്ഞോളാമെന്ന്. പക്ഷേ മെയ് 2-ാം തീയതി ഞാനവിടെ എംബസിയിൽ പോയപ്പോൾ തത്കാലിന് വേണ്ടി അവർ പറഞ്ഞു, ഇത് നടക്കത്തില്ല, കാരണം നിങ്ങളുടെ വൈഫിൻ്റെയും പേര് ആഡ് ചെയ്യണം, പ്ലസ് ഫാദറിൻ്റെ പേരിൽ എന്തോ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോർമൽ വഴിക്ക് തന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ഏജൻസി വഴി ത്രൂ പോകണം. ഞാൻ ഏജൻസി വഴി ത്രൂ പോയി. അതിനുവേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി 3 ആഴ്ച എടുത്തു എനിക്ക്. ആ 3 ആഴ്ച അപ്പോയിൻമെൻറ്റ് കിട്ടി കഴിഞ്ഞിട്ടും ഏജൻസിയുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, അല്ല നിങ്ങൾക്ക് ഇത് എംബസിയിൽ തിരിച്ചു പോയിട്ട് വീണ്ടും കറക്ഷൻ ചെയ്ത് എടുക്കണം. കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ അപ്പം തന്നെ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് ആ കൗണ്ടറിൻ്റെ അവിടെ ഞാൻ സ്പ്രിങ്കിൾ ചെയ്തു. ഞാൻ മാതാവോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ ആപ്ലിക്കേഷൻ ഒന്ന് അക്സെപ്റ്റ് ആയാൽ മതി, അക്സെപ്റ്റ് ആയാലും ഞാൻ ഇതിനു വേണ്ടി ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമേ. ആ അവസാനം വന്നിട്ട് അവർ എംബസിയിൽ ചെക്ക് ചെയ്തു. അവർ ചോദിച്ചു, ഇയാൾ എംബസിയിൽ വന്നിട്ടുണ്ടായിരുന്നോ? അവർ പറഞ്ഞു യെസ്, അവർ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ പേപ്പർ വർക്ക് പ്രൊസീഡ് ചെയ്തോളൂ.
അപ്പോൾ അങ്ങനെ എൻ്റെ പാസ്പോർട്ടിൻ്റെ കാര്യം ആപ്ലിക്കേഷൻ അക്സെപ്റ്റായി, പേപ്പർ വർക്ക് പ്രോസസ്സായി. അവിടുന്ന് ഞാൻ ഇറങ്ങിയിട്ട് വണ്ടി ഓടിച്ച് ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഫോൺ വിളിച്ചിട്ട് എൻ്റെ അമ്മയോട് പറയാം, അമ്മ ഇങ്ങനെ ഞാൻ പാസ്പോർട്ടിന് വേണ്ടി പോയി, കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, പക്ഷേ കൃപാസനം മാതാവ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ ഉപ്പ് വെതറി എനിക്ക് അവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റായി. ഞാനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ കമ്പനിയുടെ ആ കമ്പൗണ്ടല്ല, ആ ഏരിയയുടെ ഉള്ളിൽ അങ്ങ് എൻ്റർ ചെയ്തപ്പോൾ ആദ്യത്തെ ഒരു ട്രാഫിക് ലൈറ്റ് ഉണ്ട്. ആ ട്രാഫിക് ലൈറ്റ് ഞാൻ ഇതുവരെ ഒരിക്കലും ഞാൻ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഞാൻ മറ്റവരെ കണ്ടിട്ടുണ്ട്, വണ്ടി അവർ റെഡ് ലൈറ്റ് ആയാലും ചാടി പോകുന്നുണ്ട്. പക്ഷേ ആ ദിവസം ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈ മിസ്റ്റേക്ക് ഈ റെഡ് ലൈറ്റ് ഞാൻ ജമ്പ് ചെയ്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2 വണ്ടി വരുന്നുണ്ടായിരുന്നു. ആ വണ്ടി അപ്പം തന്നെ ഹോൺ അടിച്ചു. ഞാൻ റൈറ്റ് സൈഡിലേക്ക് നോക്കിയപ്പോൾ ഈ 2 വണ്ടിയെ ശരിക്കും എനിക്ക് കാണാം. ഞാനും ഹോൺ അടിച്ചു. ഞാൻ വിചാരിച്ചു അവർ ആ മിസ്റ്റേക്ക് അടിച്ച്, പക്ഷേ തെറ്റുകാരൻ ഞാനായിരുന്നു. അവിടെ എൻ്റെ മാതാവ് എന്നെ സംരക്ഷിച്ചു. മാതാവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ എന്ത് കാര്യത്തിന് വേണ്ടെങ്കിലും മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. ഞാൻ ഈ പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ടും ഞാൻ ജൂലൈ 1st വീക്കിൽ ഇവിടെ വരാനായിട്ട് ഇരുന്നതാണ്. പക്ഷേ 1st വീക്കിലും എനിക്ക് ഒത്തിരി ജോലി തിരക്കായിപ്പോയി, എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു, മാതാവേ എനിക്കൊരു ഡേറ്റ് കാണിച്ചു കൊടുക്കുക, ഞാൻ എപ്പോൾ വരാൻ പറ്റും എനിക്ക് ഇത് ഉടമ്പടി പുതുക്കാനും സാക്ഷ്യം പറയാനും. മാതാവ് എനിക്ക് 31 കാണിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ജൂലൈ 31 ജൂലൈ 31 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ജൂലൈ 29 ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടിയില്ല ഗൾഫേരിൽ നിന്ന്. ഞാൻ വയ എമിറേറ്റ്സ് ടിക്കറ്റ് ബുക്ക് ചെയ്തു, പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഫിൽ ചെയ്തു. ഞാനത് ഓക്കെ പറയാൻ വന്നപ്പോൾ എനിക്ക് എന്തോ മനസ്സ് പറയുന്നുണ്ട് ബുക്ക് ചെയ്യേണ്ടാവുന്ന ടിക്കറ്റ്. ഞാനപ്പോൾ തന്നെ അത് വിഡ്രോ ചെയ്തു. ജൂലൈ 31 എനിക്കാണെങ്കിൽ എൻ്റെ ക്ലയൻറ്റിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ അയച്ച പ്രോഡക്റ്റ് ഒന്നും ഫിറ്റ് ആവുന്നില്ല, അതെല്ലാം പ്രോബ്ലം ആയിക്കൊണ്ടിരിക്കുക, അത് റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുക, നിങ്ങൾ ഇപ്പം തന്നെ സൈറ്റിൽ വരണം. ഞാൻ 31 ഇവിടെ കയറി വന്നെങ്കിൽ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. മാതാവിന് അത് അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാതാവ് പറഞ്ഞത് നീ ആ ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ട. അത് ഞാൻ എങ്ങനെയോ അത് സോൾവ് ചെയ്തു ലാസ്റ്റ് മന്ത്. പക്ഷേ 31 മാതാവ് കാണിച്ച ഡേറ്റ് വളരെ ശരിയായിരുന്നു. കാരണം ഓഗസ്റ്റ് 30 ഞാനിവിടെ എത്തി. ഓഗസ്റ്റ് 31 ആയിരുന്നു ഞാൻ എൻ്റെ 2ാമത്തെ ഉടമ്പടി പുതുക്കിയത്. ആ ദിവസം ഞാൻ എൻ്റെ നിയോഗം പുതുക്കുമ്പോൾ നമ്മൾ നിയോഗം വെക്കത്തില്ല. നിയോഗം ഇട്ടിട്ട് ഞാൻ മാതാവിൻ്റെ കയ്യിൽ തൊട്ടപ്പോൾ എൻ്റെ വായന്ന് അങ്ങ് ഇറങ്ങിപ്പോയി, മാതാവേ ഞാൻ അടുത്ത ആഴ്ച വന്നിട്ട് സാക്ഷ്യം പറഞ്ഞോളാമേ. സാധാരണ നമ്മൾ ഉടമ്പടി പുതുക്കി കഴിഞ്ഞാൽ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുതുക്കുക, അപ്പം തന്നെ നമ്മൾ സാക്ഷ്യം പറയാം. പക്ഷേ ഇതെനിക്കറിയില്ല എന്തോ സംഭവിച്ചു. അങ്ങനെ മാതാവിടെ അടുത്ത് കയ്യിൽ അങ്ങ് തൊട്ടപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോയി, അടുത്ത ആഴ്ച വന്നിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം. അത് ഞാൻ കഴിഞ്ഞ ഈ 2 ദിവസം മുമ്പേ വീക്കെൻഡിൽ വന്നിട്ട് സാക്ഷ്യം പറയാനാണ് പോയത്. അപ്പം തന്നെ ഞാൻ നോക്കിയപ്പോൾ മാതാവിൻ്റെ വളരെ ഓസ്പീഷ്യസ് ഡേറ്റ് ഇന്നത്തെ സെപ്റ്റംബർ 8 ഞാൻ വിളിച്ചു. ഇത്രയും 3 വർഷമായിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് എന്നും എൻ്റെ ബർത്ത്ഡേ ആയാലും ശരി, മാതാവിൻ്റെ ബർത്ത്ഡേ ഈശോയുടെ ബർത്ത്ഡേ ആയാലും ശരി, ഞാൻ എപ്പോഴും ഇങ്ങോട്ട് കാര്യങ്ങളിലേക്ക് ചോദിച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ ബർത്ത്ഡേയുടെ ദിവസം എനിക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഒരു സാക്ഷ്യമായി തരാൻ പറ്റുവാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അത് ഞാൻ ഇന്ന് ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആത്മീയമായ ജീവിതത്തിൽ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡിഫറൻസ് വന്നിട്ടുണ്ട് ഈ 3 വർഷത്തിൽ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട്. ആദ്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് പ്രയോറിറ്റി എൻ്റെ ഫ്രണ്ടായിരുന്നു, സൺഡ. 2ാമത്തെ എൻ്റെ ഫാമിലി, 3ാമത്തെ സ്ഥാനം ദൈവത്തിനുണ്ടായിരുന്നു. അത് വളരെ തെറ്റായിരുന്നു. അത് ഞാൻ വളരെ വൈകി അറിഞ്ഞത്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. കാരണം നമ്പർ 1 സ്പോട്ടിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ട് തന്നെ എന്നെ ചതിച്ചു. അവൻ്റെ സാക്ഷ്യം ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലീഷ് സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തിനും എൻ്റെ കൃപാസനം മാതാവിനെയും ആദ്യം നമ്പർ 1 പ്രയോറിറ്റി ആയിട്ടാണ് വച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫാമിലി, അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഉള്ളൂ. ഞാൻ ബഹ്റിനിൽ നിന്ന് നാട്ടിലേക്ക് വന്നാലും ഞാൻ എൻ്റെ ഫാമിലിയെ കാണത്തില്ല. ഞാൻ വന്നിട്ട് ആദ്യം കൃപാസനത്തിൽ വന്നിട്ട് ഞാൻ നേരെ പോവാം. ഇന്നും ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഇന്ന് രാവിലെ എത്തിയേ ഉള്ളൂ. ഇന്ന് രാത്രി 12 മണിക്ക് ഞാൻ വീണ്ടും ഇറങ്ങും എയർപോർട്ടിലേക്ക് ബഹ്റിനിലേക്ക് പോകാനായിട്ട്. ഫാമിലിയെ കാണുന്നില്ല, കാരണം ഫാമിലിയെ ഞാൻ മറ്റൊരു ദിവസം വന്നിട്ട് കണ്ടോളാണ്. പിന്നെ എൻ്റെ ആക്ട്സ് ഓഫ് മെർസിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്ത കാലം മുതൽ 2022 ഓൺലൈൻ എടുത്ത് കഴിഞ്ഞ മുതൽ ഞാൻ രോഗികളെ കാണുകയോ കാരുണ്യ പ്രവൃത്തി ചെയ്യോ പ്രേക്ഷ പ്രവൃത്തി ചെയ്യോ അത് ഞാൻ ഒരിക്കലും മുടക്കമായിട്ട് അങ്ങനെ വെച്ചിട്ടില്ല. അത് കണ്ടിന്യൂസ് ഒരു ഫ്ലോ, അതെൻ്റെ ഒരു ലൈഫ് സ്റ്റൈലായി മാറിയിരിക്കുക. അത് 90 ദിവസത്തെ ഉടമ്പടിയല്ല, അത് എൻ്റെ ഒരു ജീവിതകാലം നടക്കാൻ പോകുന്ന ഒരു കണ്ടിന്യൂസ് അസോസിയേഷൻ ആയിരിക്കും. അത് മാതാവ് എനിക്ക് തന്ന ഒരു റിയൽ ഗൈഡൻസാണ്.
ഞാനത് എൻ്റെ മരണം വരെ ഞാനത് കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നു. അവസാനമായിട്ട് എനിക്ക് ഇത്ര മാത്രം പറയാനുള്ളൂ. എനിക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും അമ്മയും ഈശോൻ്റെയും നാമത്തിന് മഹത്വപ്പെടുത്താനും അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിക്കാനുള്ള യോഗ്യത, അനുവാദം, അനുഗ്രഹം തരണമേ, അഭിഷേകം തരണമേ. ഇത്രയും ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ സാക്ഷ്യം അവസാനിക്കുന്നു. താങ്ക് യു.